കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ദൈവം ഈ പ്രയാസത്തിൻ്റെ കാലത്ത് ദൈവം നിങ്ങളെ പ്രത്യേകം വിളിച്ചതാണെന്നും എപ്പോഴും ഓർക്കണം. രണ്ട് കാര്യം ഓർക്കണം. ഒന്ന്, കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത്. അത് ദൈവം എന്നെ പ്രത്യേകം ഈ അഴിഞ്ഞ കാലത്ത് എന്നെ വിളിച്ചതാണ്. അപ്പം ദൈവം വിളിച്ചതാണ് എങ്കിലേ തീർച്ചയായിട്ടും നിൻ്റെ സമാശ്വാസം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്ന ഒരു കാലമാണ്. അതിൻ്റെ ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെക്കാളും പ്രയാസമുള്ള ലക്ഷങ്ങൾ പുറത്തുണ്ട്. അവർക്ക് കർത്തൃസന്നിധിയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെക്കാൾ അല്പം കൂടി പ്രയാസം കുറഞ്ഞ നിന്നെ കർത്താവ് വിളിച്ചെന്ന് പറയുമ്പോൾ അതൊരു തിരഞ്ഞെടുപ്പാണ്. ബൈബിള് തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് വളരെ ആഴമായി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് വിളിയോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. ദൈവം നേരിട്ട് വന്നിങ്ങനെ കൈകാട്ടി വിളിക്കത്തില്ലെന്ന് നമുക്കറിയാം. പക്ഷെ ദൈവം വിളിക്കുമെന്ന് നമുക്കറിയാം. ദൈവം വിളിക്കുന്നത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയണത് നമ്മൾ ദൈവദർശനം വരുന്നതും വേദനയുടെ അടിസ്ഥാനത്തിലാണ്. ക്ലേശത്തിൻ്റെ, രോഗത്തിൻ്റെ, കടങ്ങളുടെ, പീഡകളുടെ, ഞെരുക്കത്തിൻ്റെ, ഇല്ലായ്മകളുടെയൊക്കെ ഒരടിസ്ഥാനത്തിലാണ്. അപ്പോൾ വേദന പലപ്പോഴും വിളിയായിട്ട് മാറാറുണ്ട്. വേദന തന്നെയാണ് വിളി. വേറൊരു വിളിയില്ല. നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേദനയുണ്ടോ, അത് ദൈവവിളിയായിട്ട് നീ തിരിച്ചറിയണം. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഈശോ അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ നിങ്ങൾ എൻ്റെ അടുത്ത് വരിക എന്ന് ഈശോ വിളിച്ചിട്ടുണ്ട്. എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എന്ന് അവിടെ ആ വചനത്തിൽ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതാണ് എല്ലാ ദൈവവിളികളുടെയും ഒരടിസ്ഥാനപരമായ ലക്ഷ്യം ആശ്വാസമാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 11:28-29 വചനങ്ങൾ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി. ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ അങ്ങ് വിളിച്ചത് വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആയിരിക്കട്ടെ. വചനം കേൾക്കാം. മത്തായി 11:28-29 തിരുവചനങ്ങൾ. അധ്വാനിക്കുന്നവരും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പം ആശ്വാസമാണ്. ഈ ആശ്വാസങ്ങൾ ബൈബിൾ നമ്മൾ പ്രാപിക്കുന്നത് അടയാളങ്ങളിലൂടെയാണ്. അടയാളങ്ങൾ എന്ത് തന്നെയായാലും അതൊരു ആശ്വാസം നൽകുന്നതായിരിക്കണം. ഗുരുതരമായ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുന്ന, അതായത് കൃപാസനം കാശീർവത്തിൽ നിന്ന് തേനൊഴുകാൻ തുടങ്ങിയെന്ന് പറയുന്നതിൻ്റെ അകത്തൊക്കെ വലിയ ആശ്വാസങ്ങളൊന്നുമില്ല. അത്തരം ആശ്വാസങ്ങളിലേക്ക് ഒരു പക്വതയാർന്ന വിശ്വാസി പോകുന്നത് ശരിയാണെന്ന് ഞാൻ കരുതണില്ല. കാര്യം വെച്ചാൽ അടയാളങ്ങൾ അത് അങ്ങനെയൊക്കെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ആ കാലമെല്ലാം കഴിഞ്ഞു. നമ്മൾ പക്വതയിലേക്ക് വളരുന്നത്. പത്രോസിൻ്റെ ഏറ്റവും വലിയ ലേഖനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ആധ്യാത്മികത പക്വതയാണ്. ബാല്യപാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് റീഡിറ്റ്.
യേശുവേ നന്ദി. ഹെബ്രായർ 6:1 തിരുവചനം. ഹെബ്രായ ലേഖനം 6:1 പറഞ്ഞോളൂ. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. പക്വതയാർന്ന ഒരു സാക്ഷ്യമാണ് ഉടമ്പടി സാക്ഷികളിൽ നിന്ന് വരേണ്ടത്, സാക്ഷ്യം ലഭിക്കേണ്ടത്. കാരണം ഉടമ്പടി ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അവർക്ക് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള വചനങ്ങളില്ലേ, അതെല്ലാം വാഗ്ദാനങ്ങളാണ്. 32:8 വായിച്ചോളൂ. സങ്കീർത്തനം. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഞാൻ നിന്നെ ഉപദേശിക്കാം എന്ന് പറഞ്ഞ ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ദുർഘട ഘട്ടത്തിൽ പെട്ടുപോയാലേ പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരേണ്ട വഴികൾ ദൈവം ഓൺ ദി സ്പോട്ടിൽ വെളിപ്പെടുത്തും. അങ്ങനെയാണ് ഈ അടയാളങ്ങൾ ഉണ്ടാകുന്നത് ഓൺ ദി സ്പോട്ടിൽ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വെളിപ്പെടുത്തുന്നത്? അത് ഓൾറെഡി പ്രോമിസിൻ്റെ ഭാഗമാണ്. ഉടമ്പടി വർക്ക് ചെയ്യണത് പ്രോമിസിലാണ്. ദൈവം നൽകിയിട്ടുള്ള 8552 പ്രോമിസുകളുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ആ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത്. അപ്പം അതിൽ ഒരു പ്രോമിസാണിത്. എന്താണ്? നീ വഴി മുട്ടിപ്പോയാലേ നീ നടക്കേണ്ട വഴി നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയും. അപ്പം ദൈവം അതിൻ്റെ വഴികൾ പറഞ്ഞു തരും. ഇപ്പം ചില ആൾക്കാർ പറയത്തില്ലേ, സ്വപ്നം കണ്ടു, മാതാവിനെ സ്വപ്നം കണ്ടു എന്ന് പറയും, അല്ലെങ്കിൽ ഈശോയെ സ്വപ്നം കണ്ടു എന്ന് പറയും. ഇപ്പം ഡിവൈഡ് ഓഫ് എനി ഇൻ്റേണൽ പ്രഷർ, മറ്റു തരത്തിലുള്ള അസോസിയേഷൻ, അസിമിലേഷൻ പോലെയുള്ള കാരണങ്ങളില്ലാതെ തന്നെ കേവലമായ രീതിയിൽ നനച്ചറിയാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവിക മേഖലകളിലേക്ക് നമ്മൾ അന്തർദർശനം ചെയ്യുന്ന സ്വപ്നവും ദർശനവുമൊക്കെ ബൈബിളിലെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഇല്ലേ? നമുക്ക് വാഗ്ദാനം തന്നതാണ്. നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും. ജോയേലിൻ്റെ 2:28. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തുതി. മഹത്വം. ആരാധന. ജോയേൽ 2:28 വായിച്ചോളൂ. അന്ന് ഇങ്ങനെ സംഭവിക്കും. അന്നിങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. അപ്പോൾ സ്വപ്നങ്ങളും ദർശനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുടെ ഭാഗമാണ്. അത് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പല ആൾക്കാരും പെട്ടെന്ന് ആ ഒരു ഡിവൈൻ മെല്യൂവിലേക്ക് അങ്ങോട്ട് വരും. നിങ്ങൾക്കറിയാമല്ല, കരിസ്മാറ്റിക് ഫോർമാറ്റ് അനുസരിച്ച് കൊണ്ട് അങ്ങനെ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കുറേ പടികളുണ്ട്. പ്രാരംഭ ധ്യാനം, വളർച്ചാ ധ്യാനം, അതിനുശേഷം ആന്തരിക സൗഖ്യ ധ്യാനം, അതിനുശേഷം പ്രാർത്ഥനാനുഭവ ധ്യാനം, 5ാമത്തെ ഘട്ടത്തിൽ വരദാനങ്ങളുടെ ധ്യാനം, കൗൺസിലിംഗ് കോഴ്സ്. ഇത്രയും സംഭവങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഒരു ഡിവൈൻ മെരീഡിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരുന്നത്. പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ സത്യസന്ധമാണെങ്കിൽ, അത് പൂർണ്ണമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുടെ സ്വപ്നങ്ങളും ദർശനങ്ങളും അത് നീ നടക്കേണ്ട വഴിയായി
നിൻ്റെ മുഖത്ത് നോക്കിയുള്ള ഉപദേശമായി സങ്കീർത്തനം 8:32 ജോയേൽ 2:28 പെട്ടെന്ന് നിങ്ങൾ ദൈവിക മേഖലയിലേക്ക് കടന്നു ചെല്ലണത് അനേകായിരങ്ങൾ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഉടമ്പടി മച്ച് മോർ ദാൻ ദാറ്റ് എന്ന്. അപ്പം അതാണ് പക്വതയെന്ന് പറയണത്. മനസ്സിലായില്ലേ? അതായത് നമ്മളെ ആധ്യാത്മികതയിൽ ഈടുവെപ്പുള്ളവരായിട്ട് വളർത്തണം. ഈടുവെപ്പുള്ള അതെന്തുമാത്രം ആധ്യാത്മികത ഈടുവെപ്പ് എന്ന് പറയുമ്പോഴേ സ്വാഭാവികമായിട്ടും നിങ്ങളെ കാണുന്ന ചില മൈന്യൂട്ടായിട്ടുള്ള ചില അടയാളങ്ങൾക്ക് അപ്പുറത്ത് അതിൻ്റെ ഒരു കാലം അങ്ങ് കഴിഞ്ഞു, എത്രയോ കാലം മുമ്പ് കഴിഞ്ഞു. നമ്മളെന്തിനാണ് പിന്നെയും പിന്നോട്ട് പോകണത്? ആധ്യാത്മികതയെ പിന്നോട്ടടിക്കരുത്, നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്. മുന്നോട്ട് പോകുമ്പോഴേ എന്താ സംഭവിക്കുന്നത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം പറഞ്ഞേ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ, കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. നമ്മൾ അതാണ് മുന്നോട്ടുള്ള പോക്കിൽ വരണത്. എന്താ വേണ്ടത് നമുക്ക്? കൃപയ്ക്ക് മേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1:16-17. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 1:16. അവന്റെ പൂർണ്ണതയിൽ നിന്ന് അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അപ്പം കൃപയ്ക്ക് മേൽ കൃപ, ഗ്രേസ് മാത്രമല്ല, അപ്പോൺ ഗ്രേസാണ്. ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ഈ അപ്പോൺ ഗ്രേസാണ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം മാതാവിൻ്റെ കൃപയിൽ പോലും ഹി വാസ് നോട്ട് ദാറ്റ് സാറ്റിസ്ഫൈഡ്. മലാഖ അമ്മയോട് പറഞ്ഞ എന്താണ്? 2:28 ലുക്ക 2:28 മലാഖ അമ്മയോട് എന്താ പറയണത്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ട് ദൈവ വചനപ്രകാരം ജീവിക്കുമ്പോൾ എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരു നിലവാരമാണ് കൃപയുടെ നിറവെന്ന് പറയണത്. പക്ഷേ ദൈവം അവിടെ വെച്ച് ആ കൃപയുടെ പാഠം അവസാനിപ്പിക്കണില്ല. അവിടെ വെച്ച് അവസാനിപ്പിക്കണില്ല. അതായത് വീണ്ടും നമുക്ക് ഒരു വിശ്വാസിയുടെ സാധ്യത, ഒരു ക്രിസ്തു വിശ്വാസിയുടെ സാധ്യത എന്ന് പറയണത് അതുക്കും മേലെയാണ്. എന്താണ്? ആ ഫുൾ ഓഫ് ഗ്രേസിൻ്റെ അപ്പുറത്തുണ്ട്. എന്താ ഉള്ളത്? ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപയ്ക്ക് മേൽ കൃപ. ഉടമ്പടി ലക്ഷ്യം വെക്കണത് അതാണ്. അതായത് ആർജിത കൃപ, സാധാരണയുള്ള കുദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്ന സക്രമെൻ്റൽ ഗ്രേസ്, കൗദാശിക വരപ്രസാദം. ആ കൗദാശിക വരപ്രസാദം ഒരു വ്യക്തി സ്വീകരിച്ചിട്ട് ആ മുതൽ മുടക്കിൽ അവൻ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കൃപയാണ് അപ്പോൺ ഗ്രേസ്, മേൽകൃപ. ഈ മേൽകൃപയിലേക്കാണ് ഒരു വിശ്വാസി ഒരു ആധ്യാത്മികമായ യാത്ര നടത്തുന്നത്. ഇതാണ് വിശ്വാസത്തിൻ്റെ ബാല്യപാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാവുന്ന സെൻറ്റ് പോൾ പറയണത്. സെൻറ്റ് പോൾ അങ്ങനെ പറയാൻ കാരണം അങ്ങേരാണ് കൃപയെക്കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ അൾസറിൻ്റെ വലിയ ഒരു വേദന കാലഘട്ടങ്ങളിലും സമയത്ത് ഭക്ഷണം ആരും തരാമില്ലാഞ്ഞ സമയത്ത് പട്ടിണി നിന്ന് സുവിശേഷ വേലയ്ക്ക് മുടക്കം വരാതെ ജീവിച്ചപ്പോൾ ഉണ്ടായ അൾസറിൻ്റെ ഭാഗമായിട്ട് വന്ന കുടൽ കരിച്ചിലെ അതിൽ നിന്ന് ആ വേദന മാറാൻ വേണ്ടി, വയറിൽ സൂചി കൊണ്ട് കുത്തണ വേദന മാറാൻ വേണ്ടി അദ്ദേഹം കണ്ണീരോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പം അത്രയും വേദനയാണെന്ന് അർത്ഥം. അപ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഈ കണ്ണീരോടെ നീ പ്രാർത്ഥിക്കുന്നില്ലേ, ഈ കണ്ണീരിൽ ഞാനൊരു നിധി വെച്ചിട്ടുണ്ട്. എന്താണത്? മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു. 2:9 അല്ലേ? 2 Corinthians 12:9 വായിച്ചോളൂ.
സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു എന്ന് പറഞ്ഞ, എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പോഴവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള വേർഡ് ടെസ്റ്റിംഗ് ഉണ്ട്. 2 കൊറിന്ത്യൻസിൻ്റെ 12:9 എന്താണ്? മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. അവിടെയാണ് ഗ്രേസിനെ കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായ വെളിപാട് നൽകുന്നത്. എന്താണ്? മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. അതായത് നമുക്ക് ഈ ഭൂമിയിൽ, ഈ മനുഷ്യാവസ്ഥയിൽ എല്ലാം മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നം ഒന്നും സഫിഷ്യൻ്റ് അല്ല എന്നുള്ളൊരു മാനസിക അവസ്ഥയാണ് ഉള്ളത്. പക്ഷേ ഗ്രേസ് ലഭിച്ചു കഴിയുമ്പോൾ ഗ്രേസ് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? 2 കൊറിന്ത്യൻസ് 12:9 ഗ്രേസ് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താ? കൃപ എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ശക്തിയാണ് കൃപയെന്ന് പറയുന്നത്. പവർ ആൻഡ് പേഴ്സൺ ആയിട്ടാണ് ബൈബിള് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. നമ്മൾ ചില ആൾക്കാർ പറയത്തില്ലേ സാക്ഷ്യം, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അരുൺ കുമ്പനാട്, അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം, അക്രൈസ്തവനാണ്, എൻജിനീയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത്. 3 ദിവസം കൊണ്ട് 85,000 പേരോളം ആ സാക്ഷ്യം കണ്ട്. അദ്ദേഹം അതിൽ പറയുന്ന കാര്യം, കണ്ണീരിൻ്റെ വലിയൊരു കാലം എനിക്കും എൻ്റെ അപ്പായ്ക്കും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തെല്ലാം ദൈവം ഞങ്ങളെ നയിച്ചു. കർത്താവിൻ്റെ സാന്നിധ്യം വല്ലാണ്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നെന്ന്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷെ അത് ഭയങ്കര രസമാണ് കേൾക്കാൻ. നിങ്ങളൊരിക്കലും ഹൃദയം കൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിക്കരുത്, ദൈവത്തെ ഹൃദയം കൊണ്ട് ചിന്തിക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതല്ല, അതായത് ചുമ്മാല്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്ലേസ്മെൻ്റാണ് അവിടെ. കാര്യങ്ങളെ അദ്ദേഹം അനുഭവിച്ച് ദൈവത്തെ അദ്ദേഹം പ്ലേസ് ചെയ്യാൻ പക്ഷേ നന്നായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയണത്, കണ്ണീരിൻ്റെ കാലത്ത് വല്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം കഴിഞ്ഞാൽ, ദൈവം 2 തരത്തിലാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒന്ന് പേഴ്സണായിട്ട്, ബൈ പേഴ്സൺ. രണ്ടാമത്തത് പവറായിട്ട്. ബൈബിൾ എപ്പോഴും അവതരിപ്പിക്കുന്നത്, നിങ്ങളെപ്പോഴും പ്രെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നമുക്ക് വേണേ ഒരു ഫങ്ഷൻ, നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്നറിയാവോ? ചിലർക്ക് എന്ത് കുഴപ്പമെന്ന് വെച്ചാൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉടമ്പടിയിൽ വരുന്ന ഹോം വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? രോഗികളെ പോയി കാണുന്നു, കൃപാസനം പത്രം കൊടുക്കുന്നു, പ്രാർത്ഥിച്ച് കൊടുക്കുന്നു, കർത്താവിനെ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു, വസ്ത്രമില്ലാത്തവർക്ക് നിങ്ങൾ വസ്ത്രം കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുമ്പോഴുണ്ടാകുന്നൊരു ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം ഉദ്ദേശം വെക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? ഇതൊരു ഫങ്ഷനല്ല, പിന്നെന്താണ്? ഒരു മിഷനാണ്. നിനക്ക് ഈശോയോട് സ്നേഹമുണ്ടെങ്കിൽ, ഈശോ പറഞ്ഞില്ലേ 13:35 യോഹന്നാൻ്റെ സുവിശേഷം, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 13:35 നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഒന്ന് പറഞ്ഞാൽ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഈശോ പറഞ്ഞതാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ, കൃപാവര പ്രവർത്തികളെല്ലാം ഒരു സ്നേഹത്തിൻ്റെ പ്രവർത്തികളാണ്. നമ്മൾ ചെയ്യുന്ന കൃപ. അപ്പോൾ ആ സ്നേഹം ഉണ്ടെങ്കിലാണ് അത് മിഷനാകത്തുള്ളൂ. അല്ലാതെ ഉടമ്പടി എടുത്തതാണ് ശരി, അപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം ശരി, അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെല്ലുമ്പോൾ അവർ പുതുക്കത്തില്ല ശരി,
അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ശരി, അത് ഫങ്ഷൻ എന്ന് പറയാം. അതിന് ഫങ്ഷനിൽ കൃപ വർക്കൗട്ട് ചെയ്യത്തില്ല. അതാണ് ഒരു കുഴപ്പം. നിങ്ങൾ ഫങ്ഷനാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കൃപ വർക്ക് ചെയ്യത്തില്ല. നമ്മൾ ചെയ്യേണ്ടത് മിഷനാണ് ചെയ്യേണ്ടത്. മിഷൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ഒരു വ്യക്തിയായി കണ്ട് സ്നേഹിച്ചിട്ട് ആ വ്യക്തിയുടെ വചനങ്ങൾ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. ആ വചനം വായിച്ച് ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ആരാധന. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ദാറ്റ് മീൻസ് ഇത് പ്രസൻസിനെ കുറിച്ചാണ് പറയണത്. മനസ്സിലായില്ലേ? പ്രസൻസ്, അതായത് ക്രിസ്തുവിൽ ഒരു വ്യക്തി ആബദ്ധമാകുമ്പോഴേ ആ വ്യക്തിക്ക് ക്രിസ്തു പേഴ്സൺ ടു പേഴ്സൺ റിലേഷനിലേക്കായി കഴിയുമ്പോൾ, അത് സ്നേഹത്തിൻ്റെ ബേസിൽ ഒരു റിലേഷനിലേക്കായി കഴിയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. ബൈബിളിലെ ഏറ്റവും വലിയ കോൺസെപ്റ്റാണ് പ്രസൻസ്. അത് നിങ്ങൾ ഉടമ്പടി എടുക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗ്രേസ് എന്ന് പറയുന്നത് പ്രസൻസാണ്. നിങ്ങൾക്ക് വീട് കിട്ടാൻ, ജോലി കിട്ടാം, അല്ലെങ്കിൽ രോഗങ്ങൾ സുഖപ്പെടാം, അതൊക്കെ പവറാണ് ശരിക്കും, പ്രസൻസ് അല്ല. പവർ ആൻഡ് പ്രസൻസ് വ്യത്യാസമുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ബൈബിള് എപ്പോഴും അച്ഛൻ പറയണതാണ് 1 Corinthians 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു, അല്ലേ? 1 Corinthians 1:24 ഒന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു ഒരേ സമയം തന്നെ പേഴ്സണാണ്, അതേസമയം ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാണ്. നമ്മളെ അടയാളങ്ങൾ ഉണ്ടാക്കുന്നത് ശക്തിയാണ്. ശക്തി എമിറ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ 8:46 വിശുദ്ധ ലൂക്കാസ് വിശേഷം 8:46 എന്താ പറയണത്? ആ രക്തസ്രാവക്കാർ രോഗി സുഖപ്പെടുത്തുന്നത് എന്താണ്? എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നു. അപ്പം നമ്മളിലേക്ക് വരണത് ശക്തിയായിട്ടാണ് വരണത്. ശക്തി വന്നാൽ, ക്രിസ്തുവിനെ ശക്തിയായിട്ട് അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സൗഖ്യം ഉണ്ടാകും. അല്ലെങ്കിൽ അത് ജീവിത മണ്ഡലങ്ങളിലാണ് അത് പ്രവർത്തിക്കണമെങ്കിൽ ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ് ഉണ്ടാകും. ആത്മാവിലാണ് പ്രവർത്തിക്കണമെങ്കിൽ ഗ്രേസായിട്ട് വർക്ക് ചെയ്ത് നിത്യജീവൻ ലഭിക്കും. ഇങ്ങനെ ക്രിസ്തു എല്ലാമാണ്. എല്ലാ ധ്യാനത്തിലും ഇത് അടിസ്ഥാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ക്രിസ്തു എല്ലാമാണ്. എല്ലാം, അതായത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല ശരിക്കും. അതായത് ഒരു വ്യക്തിക്ക് ഇഹത്തിലും പരത്തിലും ആവശ്യമുള്ള എല്ലാത്തിൻ്റെയും ലാസ്റ്റ് വേർഡായിട്ടാണ് ക്രിസ്തു മനുഷ്യരാശി അനുഭവിച്ചിട്ടുള്ളത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും സംതൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സംവിധാനം ക്രിസ്തുവിനെ എന്നിൽ അഭിഷേകമായി നൽകണമേ. ശ്രുതികട്ടെ. ഇപ്പൊ അതായത് ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിമിലേക്കാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ്, ഒന്ന് ജീസസ് ഒരേ സമയം തന്നെ പേഴ്സൺ ആൻഡ് പവറാണ്. ആദ്യത്തെ അലോട്ട്മെൻറ്റ് പവറാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് പേഴ്സൺ. പവർ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ പോയി കളയരുത്, പേഴ്സൺ വരുന്നുണ്ട്, അതെപ്പോഴും വെയിറ്റ് ചെയ്യണം. പവർ എന്ന് പറയുമ്പോൾ
അത് ഇപ്പം ബോഡിയിൽ വരുന്ന പവർ അടിച്ചു കഴിഞ്ഞാൽ അത് ഹീലിംഗായി മാറും. ഇപ്പം എന്തും ആൾക്കാർ ഇപ്പോൾ ഉടമ്പടിയിലെ സൗഖ്യത്തിന് ജസ്റ്റ് 3 minutes മതി. ഇപ്പോൾ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എനിക്കറിയത്തില്ലായിരുന്നു. സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓൺലി 3 minutes prayer. അതിനുള്ളിൽ അല്ലാതെ വാരിക്കെട്ടി 2 മണിക്കൂർ 1.5 മണിക്കൂർ പ്രാർത്ഥനയില്ല. ജസ്റ്റ് 3 minutes prayer. കാര്യം ഉടമ്പടിയുടെ ബേസിലാണ് ആ പ്രെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായിട്ടില്ല ഉടമ്പടിക്ക് എന്തുമാത്രം റേഞ്ചാണുള്ളതെന്ന്. ഇതിങ്ങനെ ഓരോ ആൾക്കാർ ഓരോ ദിവസവും ഇങ്ങനെ സാക്ഷ്യം ചൊരിയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവണത്. ഇത് നമ്മളൊന്നും പിടിച്ചാലിത് നിൽക്കത്തില്ല, അത് വേറെ ഒരു ലോകത്തിലാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും എല്ലാ വിഷയങ്ങളല്ലേ, ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞാൽ കറക്റ്റല്ലേ ഉടമ്പടിയിലൊക്കെ മനസ്സിലാകണത്. എല്ലാ മനുഷ്യരുടെയും എല്ലാ വിഷയങ്ങളിലേക്കുമാണ് ക്രിസ്തു സഞ്ചരിച്ച് പവറായിട്ടും വ്യക്തിയായിട്ടും എത്തണത്. അപ്പോഴേ ഉടമ്പടിയിലെ ലക്ഷ്യം എന്താണ്? അതായത് അവിടുന്ന് തൻ്റെ ജനങ്ങളുടെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുമെന്നാണ് മാലാഖ പ്രവചിക്കുന്നത്. അവിടുന്ന് തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും എന്നാണ് മംഗളവാർത്തയിൽ മാലാഖ മറിയത്തോട് പറയുന്നത്. പക്ഷേ ക്രിസ്തു പിറന്നു കഴിഞ്ഞ് ശമയോൻ ദീർഘദർശി പറയണത് എന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ രക്ഷ എനിത്തിങ് ആകാം. അതായത് എവിടെയാണ് നിനക്ക് ഒരു അതിജീവനം വേണ്ടത്, ആത്മീയമാണെങ്കിലും മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും, അപ്പോൾ അതിജീവനത്തിൻ്റെ ഒരു ദൈവ പദ്ധതിയായിട്ടാണ് ക്രിസ്തു വ്യക്തികൾ ഉടമ്പടിയിലൂടെ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആകണമെന്ന് പറഞ്ഞത്. എന്താ സീരിയസ് ആകണമെന്ന് പറഞ്ഞാൽ അറിയാവോ? ഇതിന് ഒത്തിരി സാധ്യതയുള്ളത് ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഓരോ വ്യക്തികൾ. ഇപ്പം ഇന്ന് വെളുപ്പിന് ഞാനൊരു സാക്ഷ്യം 3.5 മണിക്കൂർ സാക്ഷ്യം കേട്ടു. സർക്കാസ്റ്റിക് ആണ് അത്. അപ്പോൾ ഒരു കുട്ടിക്ക് സ്ഥിരമായിട്ട് അവർക്ക് ഹിയറിങ് കിട്ടത്തില്ല. 3-4 പ്രാവശ്യം ഈ OIT എഴുതിയിട്ടുണ്ട്. കുറേ വർഷമായിട്ട് കുറേ നാളായിട്ട് ഹിയറിങ് കിട്ടത്തില്ല. അപ്പോൾ എന്താ അത് കിട്ടത്തില്ല. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു മീ. എന്നോട് അവൾ അത് പറഞ്ഞിട്ടില്ല. ഇതാണ് എൻ്റെ പ്രശ്നമെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരിങ്ങനെ ഈ പ്രൊഫഷണൽസ് എല്ലാം ഇങ്ങനെ മുട്ടനിൽക്കുമല്ലോ ഇവിടെ. അപ്പം എൻ്റെ ഓരോ പ്രോസസ് പ്രയറിൻ്റെ സമയത്ത് ഞാൻ ഇവളുടെ ചെവിയെ തൊട്ട് പ്രാർത്ഥിക്കും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു മീ. ഇവൾക്കിതാണ് പ്രശ്നമെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ചെവിയെ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ വേറെ, അതായത് ഇവൾ പോകുമ്പോൾ ഇവൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് അച്ഛൻ്റെ ചെവിയെ തൊട്ടത്. പക്ഷെ അത് അപ്പോഴതിന് ഉത്തരമില്ല. പരീക്ഷ ഹോളിലേക്ക് പോയി ഇരിക്കുമ്പോൾ ഇവളുടെ മെയിൻ പ്രോബ്ലം എന്തായിരുന്നു? എല്ലാ സമയത്തും മൊഡ്യൂൾ പോകാൻ കാര്യം ഹിയറിംഗ് മൊഡ്യൂളാണ് പോണത്. പരീക്ഷ ഹോളിൽ ചെല്ലിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ഇവൾ പഴയതുപോലെ തന്നെ കേൾക്കണത് ഒരു സംഭവം, പക്ഷേ അതിനും ഉത്തരം പറയണത് വേറെ സംഭവം. അതായത് അതുപോലെ തന്നെ കേൾക്കണത് ഒരു സംഭവം, പിന്നെ എഴുതി വെക്കണത് വേറെ സംഭവം. അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം ഇത് എന്ത് മണ്ടം പരിപാടിയാണ് കാണിക്കണത്. ഞാൻ കേൾക്കണതല്ലല്ലോ തിരിച്ച് പറയണത്, ഞാൻ കേൾക്കണതല്ലല്ലോ എഴുതി വെക്കണത്. അപ്പോൾ ഇത് തമ്മിൽ ഇവൾക്ക് തന്നെ കൺഫ്യൂഷനാണ്. അതായത് ഇതിന് ചെവിയെ തൊട്ടിരിക്കുന്ന ഒരു അഭിഷേക പ്രാർത്ഥനയുടെ ഒരു അവസ്ഥ, ഇത് ചെവിയിൽ ആ വരുന്ന മൊഡ്യൂൾസിനെ അതേസമയം തന്നെ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അതിൻ്റെ കറക്റ്റ് ഉത്തരങ്ങളിലേക്ക് ഗൈഡ് ചെയ്തുകൂടെ. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്, ഉടമ്പടി ഒരു ഗൈഡഡ് മിസൈൽ പ്രോഗ്രാംഡ് പ്രെയർ പോലെയാണ്. ഇത് അതിൻ്റെ കറക്റ്റ് ടാർഗറ്റിലേക്കേ പോകത്തുള്ളൂ. ഷാർപ്പ് ഷൂട്ട് ചെയ്യണ
പ്രെയറാണിത്. അതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും ഈ വളരെ മാത്തമാറ്റിക്കലായിട്ടാണ് ഉടമ്പടിയോട് ഇടപെടേണ്ടത്. കാര്യം അതിലെന്താണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു ഫീലുണ്ട്. ഡിമാൻഡ് ചെയ്യണത് നമുക്ക് ടെക്നിക്കലായിട്ട് വേണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാം, ടെക്നിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഫങ്ഷനായിട്ട് മാറും. പക്ഷേ അതിൻ്റെ അകത്തൊരു കോർഡിയൽ എലമെൻ്റ് ഉണ്ട്, ദൈവത്തോടുള്ള സ്നേഹം. അതുകൂടി ചേർത്ത് വെച്ചാണ് നിങ്ങൾ ഇപ്പോൾ പത്രോസ് തന്നെ എന്താ പറയണത്, പ്രസംഗിക്കുന്നവൻ. ഇഫ് യു ആർ എ സ്പീക്കർ, സ്പീക്ക് ആസ് ഇഫ് ഇറ്റ് ഈസ് ഇൻസ്ട്രക്റ്റഡ് ബൈ ദ ഗോഡ്. ആ വായിച്ചതിനും എടുത്ത് ശ്രുതിക്കട്ടെ ഹലെ ശ്രുതിക്കട്ടെ. 1 പത്രോസ് 4:11 പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ജസ്റ്റ് ഗോട്ട് ദ പോയിന്റ്. എന്താണ് അടുത്ത എന്താ പറയണത്? ശുശ്രൂഷിക്കുന്നവൻ. വായിച്ചോളൂ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അപ്പൊ ശുശ്രൂഷയാണ് ഇവിടുത്തെ വിഷയം. നിങ്ങൾ പറഞ്ഞാലും ആര് കർത്താവിൽ നിന്ന് അരുളപ്പാട് ലഭിച്ചവനെ പോലെ പറയണം. പിന്നെ എന്താണ്? നിങ്ങൾ ശുശ്രൂഷിച്ചാൽ ഇപ്പം ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ നിങ്ങൾ ശുശ്രൂഷിക്കണം. അപ്പം ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ. അപ്പോൾ ശുശ്രൂഷയും ശക്തിയും തമ്മിൽ ബന്ധമുണ്ട്. എന്താ കാര്യം? യേശുക്രിസ്തു 1 Corinthians 1:24 പറയുന്നു. എന്താ പറയണത്? ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. ക്രിസ്തുവിൽ നിന്ന് ശക്തി ലഭിക്കുക എന്ന് വെച്ചാൽ ശക്തിയുടെ ക്രിസ്തുവിൻ്റെ തൽഭവമായിട്ടാണ്, തത്സമമായിട്ടാണ് ശക്തി വരണത്. ക്രിസ്തു വരുന്നത്, നമ്മുടെ ഉള്ളിൽ വരണത്, അതിൻ്റെ ഫീലിംഗ് പ്രയോഗപരതയിൽ വരണത് ഈ ശക്തിയാണ് ഫീൽ ചെയ്യണത്. എന്തൂസിയാസമായിരിക്കും. ഇതിന് നമ്മൾ അഭിഷേകമെന്നും പറയും. ഭയങ്കര പവർ. അത് വിവിനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ? ആ ബിടെക്കിൻ്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ കൃപാസനം പത്രം ബേക്കറി ജംഗ്ഷനിലൊക്കെ കൊണ്ടുനടന്ന് കൊടുക്കുകയാണ്. ഉച്ചക്കാണ് പരീക്ഷ. അതെന്താണ്? ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോയി. പരീക്ഷയാണ്, സപ്ലിയാണ്, കുറേ സപ്ലി ഉണ്ടായിരുന്നു. അതെന്നുവെച്ചാൽ ആ സമയത്തും ഉള്ളിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെയാണ് ആ ശുശ്രൂഷ പോണത്. അപ്പം അതുകൊണ്ട് ശുശ്രൂഷകളല്ല, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാവോ? നിങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ശക്തി ലഭിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ശുശ്രൂഷ ലഭിക്കാൻ വേണ്ടി ഉടമ്പടി പ്രകാരമുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങള് ചെയ്യാൻ ആവശ്യമായ ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് ഒരു പിടിയില്ല. എന്നിട്ട് ഇത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്. നമ്മുടെ കോൺഫിഡൻസ് ഇരിക്കുന്നത് മെറിറ്റിലാണ്. പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് അസോസിയേറ്റ് ചെയ്ത് അത് ഘടിപ്പിച്ചിരിക്കുന്നത് മെറിറ്റ് എന്നുള്ള അതായത് യോഗ്യത എന്നുള്ള ഒരു വിഷയമായിട്ടാണ് നമ്മുടെ ആത്മവിശ്വാസം ഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കൃപയുടെ റെലമിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ ആയിട്ടുള്ള മെറിറ്റും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന കോൺഫിഡൻസും അത് നിങ്ങളുടെ മനുഷ്യാത്മകതയുടെ ഒരു ഭാഗമാണ്, ദൈവികതയുടെ അല്ല. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് സംസാരിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല കോൺഫിഡൻസും, ഇപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയത്തില്ലേ? എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ചിലപ്പോൾ ഇൻ്റർവ്യൂവിനാകും എനിക്ക് കോൺഫിഡൻസ് ഇല്ല. കഴിഞ്ഞ ദിവസത്തൊരു സാക്ഷ്യം എന്താണ്? അതായത് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇൻ്റർവ്യൂവിലാണ്, എംബസിയിലെ വിസ ഇൻ്റർവ്യൂ ആണ്. പക്ഷേ ഇവർക്ക് സ്പീക്കിംഗ് ഭയങ്കര പ്രോബ്ലമാണ്. അപ്പുറത്ത് ഇരിക്കുന്ന ആൾ വിസ ഇൻ്റർവ്യൂ അല്ല, ജോബ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ജോബ് ഇൻ്റർവ്യൂവിന് അയാളോട് സംസാരിക്കുകയാണ്. പക്ഷേ സംസാരിക്കുമ്പോൾ ഇവൾക്കൊരു കോൺഫിഡൻസും ഇല്ല. എന്നിട്ട് ഇവൾ സംസാരിക്കണമെല്ലാം പൊട്ടത്തെറ്റാണെന്ന് ഇവൾക്ക് നന്നായിട്ടറിയാം.
പക്ഷേ അതിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് തോന്നുന്നു ഇയാൾ എന്തറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പൊട്ടത്തെറ്റാണല്ലോ, പിന്നെ ഇയാൾ എന്താണ് ഇറ്റ്സ് ഓക്കെ പറഞ്ഞു, ഇയാൾ എന്നെ കളിയാക്കുകയാണെന്നാണ് അവൾ ചോദിക്കണത്. പക്ഷേ അതല്ല സംഭവം. ആ ജോലി അവൾക്ക് കിട്ടും. ദാറ്റ് ഈസ് ഡിവോയ്ഡ് ഓഫ് യുവർ മെറിറ്റ്. അതാണ് വിഷയം. അതായത് നമ്മുടെ കോൺഫിഡൻസ്, നിങ്ങളെ കോൺഫിഡൻസ് എന്ന് പറയുന്ന നിങ്ങളുടെ ആത്മവിശ്വാസം, അത് നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മെറിറ്റുമായിട്ടാണ്. നിങ്ങളുടെ യോഗ്യത, മേ ബി കലിബർ, കപ്പാസിറ്റി, അത് ലാംഗ്വേജ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും, അല്ലേ? നിങ്ങൾ നേടിയെടുത്ത കുറേ സർട്ടിഫിക്കറ്റുകൾ, ക്രാഷ് ആയിട്ടുള്ള കോഴ്സുകളിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കും. അതാണ് നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ നേടിയെടുത്ത നിങ്ങളുടെ മനുഷ്യ ശക്തിയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിങ്ങളുടെ നേട്ടത്തിനേക്കാൾ ഉപരി ബിബ്ലിക്കൽ കോൺഫിഡൻസ് വർക്കൗട്ട് ചെയ്യണത് നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. കൈയടിച്ച് കർത്താനസ്തുടരുക. സങ്കീർത്തനം 44:3 എന്താ പറയണത്? അവരെ നാട് പിടിച്ചടക്കിയത് വാളുകൊണ്ടല്ലെന്ന്. ഭയങ്കര വചനമാണ്. ഞാൻ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റപ്പോൾ ആ സമയത്തുള്ള പ്രാർത്ഥന കിട്ടിയ വചനങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണേക്കെ. അതായത് അവർ നാട് പിടിച്ചടക്കിയത് വചനങ്ങൾ വാളുകൊണ്ടല്ല. പിന്നെ എന്താണെന്ന് സങ്കീർത്തനം പറയുന്നുണ്ട്. സങ്കീർത്തനം 44:3 വായിച്ചോളൂ. വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരമ്പലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്. ഒന്ന് പറഞ്ഞ, വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നുണ്ട്? പറഞ്ഞോളൂ, വായിച്ചോളൂ താഴേക്ക്. അവിടുത്തെ വലത് കൈയും അവിടുത്തെ വലത് കൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ അങ്ങ് അവരിൽ പ്രസാദിച്ചു. കണ്ടോ? അവർ നാട് പിടിച്ചടക്കിയത് എങ്ങനെയാണ്? നാട് പിടിച്ചടക്കുകയോ പരീക്ഷ ജയിക്കുകയോ അല്ലെങ്കിൽ വസ്തു ലേലത്തിൽ പിടിക്കുകയോ കേസ് ജയിക്കുകയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുകയോ മക്കൾ ജനിക്കുകയോ ചെയ്യുന്നതിന് 2 ഫോർമാറ്റ് ഉപയോഗിക്കാം. സ്വാഭാവികമായ എല്ലാവർക്കുമുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉപയോഗിക്കാം. പക്ഷേ നീ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വരുന്ന ആളല്ലല്ലോ. നിന്നെ ക്രിസ്തു സ്പെഷ്യൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റിയില്ലേ? അവൻ നിന്റെ വില കൊടുത്തു കഴിഞ്ഞപ്പോൾ നിന്റെ വീണ്ടെടുത്തപ്പോൾ കൈയിടിച്ച് അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറുകയാണ് കേട്ടോ. സ്പെഷ്യൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് വരിക. അതുകൊണ്ട് ബൈബിള് പറയും ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്ന്. സൃഷ്ടി തന്നെ മാറിപ്പോയതാണ്. ശ്രദ്ധിക്കട്ടെ. ഹലോ, ടേക്ക് ദ ബാഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 5:17 വായിച്ചോളൂ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. വേർസിക്കൽ 2 കൊരിന്തോസ് 5:17. 2 കൊരിന്തോസ് 5:17 ഏറ്റു പറഞ്ഞേ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. That means he is a different person. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ എങ്ങനെയാണ് പുതിയ സൃഷ്ടിയാകണത്? അവൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറി. ജനറൽ കമ്പാർട്ട്മെൻറ്റ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അത് മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്. ക്രിസ്തുവിലായിരിക്കുന്നവന് ഗ്രേസിലാണ് വർക്ക് ചെയ്യണത്. മെറിറ്റിൽ എന്താ കുഴപ്പം? അവർ നാട് പിടിച്ചടക്കിയത് വാളുകൊണ്ടല്ല, അല്ലേ? നാടൊക്കെ പിടിച്ചെടുക്കുന്നത് വാളുകൊണ്ടല്ലേ? അതാണ് മെറിറ്റ് എന്ന് പറയണത്. പിന്നെ എന്താണ്? അവർ വിജയിച്ചത് കരബലം കൊണ്ടല്ല, മസിൽ പവർ കൊണ്ടല്ലെന്ന്. കരബലം അല്ലേ? മണി പവർ, മസിൽ പവർ. ഈ ലോകത്ത് ഓരോ കാര്യങ്ങൾ നടക്കണത് എങ്ങനെയാണ്? മണി പവർ അല്ലേ? അല്ലെങ്കിൽ മസിൽ പവർ കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ മണി പവർ ഉള്ളവന് കോൺഫിഡൻസ് ഉണ്ട്, മസിൽ പവർ ഉള്ളവന് കോൺഫിഡൻസ് ഉണ്ട്. ഇത് രണ്ടും ഇല്ലാത്തവർക്ക് കോൺഫിഡൻസ് ഇല്ലെന്നല്ല. ഇത് രണ്ടും ഇല്ലാത്തവന് ഇരട്ടി കോൺഫിഡൻസ് ഉണ്ട്. ദ കോൺഫിഡൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കൈയടിച്ച് കർത്താവ്. പവർ എല്ലാം മാറിയിട്ട് പേഴ്സണിലേക്ക് വരും. ഇപ്പം പേഴ്സൺ, വ്യക്തി. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ.
നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാനുണ്ടാകും. 33:14 പുറപ്പാടിൻ്റെ പുസ്തകം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 33:14 ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും, ഒന്ന് പറഞ്ഞേ, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇപ്പം നമ്മൾ 11:29 കണ്ട വചനമില്ലേ, അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ നിങ്ങൾ എൻ്റെ അടുത്ത് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറയണത് ഒരാശ്വാസം ഒരു സർവീസായിട്ട് കൊടുക്കുകയല്ല. ഇത് കംഫർട്ട് വി ഫീൽ ഫ്രം ജീസസ് ക്രൈസ്റ്റ്, ദ റിസൾട്ട് ഓഫ് ഹിസ് പ്രസൻസ്. അവൻ നമ്മുടെ കൂടെ വരുന്നത് കൊണ്ടാണെന്നാണ് ഇപ്പോഴും ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്. എന്താ കാര്യം? ഞാൻ തന്നെ, പുറപ്പാട് 33:14, ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരികയും. എങ്ങനെയാണ് വരണത്? ഉടമ്പടി പ്രകാരമാണ്. ഉടമ്പടിയുടെ പാക്കേജിലുള്ള വാഗ്ദാനങ്ങളാണ്. ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരികയും, പറഞ്ഞേ, ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. എവിടെയൊക്കെ വരും? കോടതി വരും, തോക്കാൻ പോണ കേസിൻ്റെ സമയത്ത് വരും. നിന്നെ പ്രതിയാക്കി കേസ് കൊടുത്തിട്ടില്ലേ, അവിടെ വരും. വാഗ്ദാനത്തിലുള്ളതാണ്. പരീക്ഷ ഹോളിൽ ആരും വരാൻ പറ്റത്തില്ല. എൻ്റെ അമ്മമാരൊക്കെ മക്കൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ വരാതെ പോയിരുന്ന് കൊന്തയെല്ലാം കണ്ടിട്ടില്ലേ? അവർക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷേ ആള് അകത്ത് കയറും. എത്ര മക്കളാണ് ഇവിടെ കരഞ്ഞുകൊണ്ട് ഇവിടെ സാക്ഷ്യം പറഞ്ഞിരിക്കണത്, കർത്താവ് അമ്മ വന്ന് എനിക്കെല്ലാം പറഞ്ഞു തന്നെന്ന്. നമുക്ക് അതൊക്കെ ഓർക്കും, ഇതൊക്കെ ഒരു ഹാലൂസിനേഷനാണ്, ഇല്യൂഷനാണ് എന്നൊക്കെ ഓർക്കും. കാര്യം വല്ലാത്ത പറച്ചിലാണ് ഇവർ പറഞ്ഞു കൂട്ടണതേ. ഞാനിങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബിടെക് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ അയാളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അയാൾ പറയണത്, എനിക്ക് എപ്പോഴും ഞാൻ ചില 5-6 വിഷയത്തിൽ ഞാൻ തോക്കും എപ്പോഴായാലും. അതെന്ത് തോക്കണം വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിങ് അത്ര ശരിയല്ല. ഒന്ന്. രണ്ടാമത്തത്, എനിക്കിങ്ങനെ ചിന്തിക്കേണ്ടി വരും. ഓരോ ചോദ്യം കേൾക്കുമ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് എഴുതി ഒരു പാവപ്പെട്ടവൻ പകുതി ആകുമ്പോൾ തന്നെ പരീക്ഷയ്ക്ക് മണിയടിക്കും, തീർന്ന്. അപ്പോഴേ 20 മാർക്ക് അല്ലെങ്കിൽ 50 മാർക്കിൻ്റെ ചോദ്യം എഴുതാൻ പറ്റത്തില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അദ്ദേഹത്തിന് സമയം, അതായത് ചിന്തിച്ച് എഴുതണ കാരണം അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം സപ്ലി അടിച്ച് മരിക്കുകയാണ്. പക്ഷേ അയാൾ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഇയാൾ പറയണ വർത്താനം ആ സാക്ഷ്യം കിടപ്പുണ്ട്. അതായത്, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ തുറന്നപ്പോൾ തന്നെ അമ്മ ഡിക്റ്റേഷൻ തുടങ്ങിയെന്ന്. നമുക്ക് കണ്ണ് നിറഞ്ഞു അത് കേൾക്കുമ്പോൾ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങിയപ്പോൾ തന്നെ അമ്മ ഡിക്റ്റേഷൻ തുടങ്ങി. എന്താണ്? അമ്മ സാന്നിധ്യമായിട്ട് ഇതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിയാൻ തുടങ്ങി. എന്നിട്ട് ഇവരിങ്ങനെ എഴുതി, അതായത് എല്ലാ കൊല്ലം എഴുതുന്നതിനേക്കാളും 10 മിനിറ്റ് നേരത്തെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് വെച്ചിരിക്കണം, പേപ്പർ കൊടുത്തിരിക്കണം. ഇതിന് ടൈം ഷോർട്ടണിങ് എന്ന് പറയും, സമയച്ചുരുക്കാം. ഉടമ്പടിയുടെ ഒരു വാഗ്ദാനമാണ് സമയച്ചുരുക്കാം. ഇത്രയും നാൾ പുള്ളിയുടെ ഒരു കഴിവ്, അത് ചിന്തിച്ച് ആലോചിച്ച് എഴുതണ കാരണം, എഴുതി ഒപ്പിക്കാൻ പറ്റാത്ത കാരണം കുറേ ക്വസ്റ്റ്യൻ വിട്ടു പോകുമായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞല്ലോ, അത് ഉടമ്പടിയിലുള്ളതല്ലേ. അങ്ങനെ വേറെ ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ലല്ലോ. അതിന് വേറെ ഒരു പ്രാർത്ഥനയ്ക്കും അങ്ങനെ അഷുറൻസ് ഇല്ല. ഐ വിൽ കം വിത്ത് യു എന്ന് പറഞ്ഞ അഷുറൻസ് ഇല്ല. ദിവ്യകുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ദിവ്യകുർബാനയുടെ ഒരു സാന്നിധ്യമുണ്ട്. പക്ഷെ അത് അലൗകികമായ സാന്നിധ്യമാണ്. ഇതുപോലെ പ്രാക്ടിക്കൽ ഫീൽഡിൽ ഒരു പ്രകടനപരത വ്യക്തമല്ല. അത് കാര്യം അതിനു വേണ്ടിയുള്ളതല്ല. ദിവ്യകുർബാന നിത്യതയ്ക്ക് വേണ്ടി ദൈവം സ്ഥാപിച്ചതാണ്. അല്ല നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അതിന് പ്രൈമറി ഫോക്കസിങ് ഉള്ളതല്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അത് കർത്താവ് വളരെ കൃത്യവും വ്യക്തവുമായി പറഞ്ഞിട്ടുള്ളതാണ്, നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് പങ്കാളിത്തം നിനക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ വിശുദ്ധ ശരീരം നീ ഭക്ഷിച്ചുകൊണ്ട് നിൻ്റെ ആത്മാവ് അമർത്യത പ്രാപിക്കണം. അവൻ്റെ ഉത്ഥാനത്തിൻ്റെ പങ്കാളിത്തം നമുക്ക് ലഭിക്കണത് അതുവഴിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദിവ്യകുർബാന പങ്കെടുക്കുമ്പോൾ, ഇപ്പം നിനക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണെങ്കിൽ പോലും
ദിവ്യകുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ നിത്യതയ്ക്ക് വേണ്ടിയുള്ള കൂദാശയിൽ എൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കണം എന്നുള്ള ബോധത്തോടു കൂടിയാണ് നീ പങ്കെടുക്കണമെങ്കിൽ കർത്താവ് അതിൻ്റെ തനത് കൃപ നിനക്ക് തന്നിരിക്കാം. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് ദിവ്യകുർബാന എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്മാർ ചില സമയത്ത് അത് നിത്യതയെ അങ്ങ് മറന്നു കളഞ്ഞിട്ട് അനുദിന ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളും കൊണ്ടുവന്ന് കുർബാനയെ ഡംപ് ചെയ്യും. അപ്പോൾ കുർബാനയുടെ ഉദ്ദേശം മാറിപ്പോവും, അല്ലേ? കുർബാനയുടെ ദൈവിക ലക്ഷ്യം അട്ടിമറിക്കപ്പെടും. അത് പിശാചികളാണെന്ന് നമുക്കറിയത്തില്ല. ദൈവിക ലക്ഷ്യമുണ്ടല്ലോ, ഓരോ കാര്യങ്ങൾക്കും ഓരോ ലക്ഷ്യമില്ലേ? പഴത്താറയിൽ കുർബാന അർപ്പിക്കുന്ന ബലിപീഠമാണിത്. ഈ ബലിപീഠത്തെ കൊണ്ടുവന്ന് ഞാൻ ചോറ് തിന്നാനുള്ള അവസ്ഥ എന്തായിരിക്കും? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇത് ബലിപീഠമാണിത്, അല്ലേ? ഇത് കർത്താവിൻ്റെ കുർബാന അർപ്പിക്കാൻ മാത്രമേ ബലിപീഠം ഉപയോഗിക്കത്തുള്ളൂ. അതായത് അങ്ങനെ വരുമ്പോൾ ഈ ബലിപീഠത്തെ കൊണ്ടുവന്നിട്ട് ഞാൻ പുട്ടും കാപ്പിയും കഴിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഏതാണ്ട് ഇതുപോലെയാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ, ശാരീരികമായ ആവശ്യങ്ങൾ മാത്രം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം. കാര്യം അതിനുവേണ്ടി അല്ലല്ലോ സ്ഥാപിച്ചത്. അതൊക്കെ ഈശോ പറഞ്ഞത് അതൊക്കെ ചേർത്ത് നൽകുമെന്നല്ലേ പറഞ്ഞത്? അതൊക്കെ ചേർത്ത് നൽകും. പിന്നെന്ത് ചെയ്യണം? നീ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കണം. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ നീതി, ആ ദൈവരാജ്യം നിലവിൽ വരാൻ വേണ്ടിയുള്ള നീതിപ്രവർത്തനങ്ങൾ, അതിൻ്റെ അകത്ത് കാരുണ്യപ്രവൃത്തികളെല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് അവകാശ പോരാട്ടങ്ങൾ വരെയുണ്ട്. ഇപ്പോൾ ഇന്ന് വിഴിഞ്ഞത്തിൻ്റെ 100-ാം ദിവസമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ കാലത്ത് വളരെ ജാഗ്രതയുള്ളവരാണ്. ഒരു ജനവിഭാഗം മുഴുവനും കടലോരത്ത് അമ്മയും കുഞ്ഞും ഭർത്താവും ഭാര്യയും അയങ്ങളമാരും എല്ലാം കൂടി ഒറ്റമുറിയിൽ താമസിച്ചിട്ട് 4 വർഷമായി. അപ്പം അങ്ങനെയുള്ള ഒരു സമയം അവർക്ക് സ്വന്തമായിട്ട് വീട് സ്ഥലവും ഉണ്ടായിരുന്നവരാണ്. അശാസ്ത്രീയമായ വികസനത്തിൻ്റെ പേരിൽ കടൽ കയറി അതെല്ലാം നശിപ്പിച്ചിട്ട് അവരെ റീസ്റ്റേറ്റ് ചെയ്യാൻ ഗവൺമെൻറ് പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യാൻ പറ്റിയ സംവിധാനങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്താൻ ആവശ്യമായ അവകാശ പോരാട്ടങ്ങൾ, അനീതിക്ക് വേണ്ടി നീതിക്ക് വേണ്ടി വിശക്കാൻ പറഞ്ഞ, നീതിക്ക് വേണ്ടി കരയാൻ പറഞ്ഞ കർത്താവിൻ്റെ വചനത്തിന് കൊടുക്കുന്ന മാംസധാരണങ്ങളാണ് അവകാശ പോരാട്ട സമരങ്ങൾ. കൈയിടിച്ച് കർത്താവ് ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗാഡ്. അതായത് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഈശോ തന്നൊരു വചനമാണിത്. അതായത് കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു, അവിടുത്തെ അന്വേഷിക്കാൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. ഉടമ്പടി എന്ന് പറയണത് അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് പ്രസൻസ് ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഉടമ്പടി അതെടുത്ത വ്യക്തികൾ ശരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തുന്ന, അല്ലെങ്കിൽ സാന്നിധ്യത്തിന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കാൻ നമ്മൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. കാര്യം നമ്മളെപ്പോഴും ചിന്തിക്കണ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മതി, ദൈവം കൂടെ വരണ്ട എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ചില കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പോരാണ്ട് വരും. എന്താ കാര്യം? നമ്മുടെ മെരിറ്റുകൾ അസ്തമിക്കുന്നിടത്ത് വെച്ച് ഗ്രേസ് വർക്ക് ചെയ്യത്തുള്ളെന്ന് എഫേസ്യസ് 2:8 പറയാം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ നമ്മളുടെ മെരിറ്റുകൾ അസ്തമിക്കുന്ന സ്ഥലമുണ്ട്, നമ്മുടെ യോഗ്യതകൾ അസ്തമിക്കുന്ന സ്ഥലമുണ്ട്. ആ യോഗ്യതകൾ അസ്തമിക്കുന്ന സ്ഥലത്ത് പിന്നെന്താ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്? ഗ്രേസാണ് വർക്ക് ചെയ്യണത്, കൃപയാണ് വർക്ക് ചെയ്യണത്. യെശയ്യാ 55:6. യെശയ്യാ 55:6. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന, പറഞ്ഞ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അതായത് ഉടമ്പടിയിലുള്ള ഏറ്റവും വലിയ പാക്കേജ് പ്രോമിസ് പ്രസൻസ് ഓഫ് ഗോഡാണ്. അതാണ് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ എന്ന് പറയുന്നത്. ഉടമ്പടി എടുത്ത എല്ലാ വ്യക്തികൾക്കും ഈ അവകാശമുണ്ട്. അപ്പം നിങ്ങളുടെ IELTS അല്ലെങ്കിൽ വസ്തുവിൽപ്പന അല്ലെങ്കിൽ വീട് വെപ്പ് എന്നുള്ള ഒരു കൊച്ചു മിനിമം പ്രോഗ്രാമിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കണം.
അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും, അതിൻ്റെ അപ്പുറത്തും നടക്കും. പക്ഷെ നിങ്ങൾ എന്താണ് മനസ്സിൽ വെക്കേണ്ടത്? ഉടമ്പടി പുതുക്കി കൊണ്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ചെയ്യേണ്ടത് പ്രസൻസ് ഓഫ് ഗോഡിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പ്രസൻസ് ഓഫ് ഗോഡിന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ അത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്, ഗ്രേസിലാണ് വർക്ക് ചെയ്യണത്. ഇപ്പോൾ അനാർക്കിൻ്റെ മല്ലന്മാരെക്കുറിച്ച് പറയേണ്ടത് ബൈബിള്. അനാർക്കിൻ്റെ മല്ലന്മാർ എന്താ, ഈ മോശ ജോഷുവയെ ഒക്കെ കാനാൻ ദേശം ഒറ്റുനോക്കാൻ വേണ്ടി വിട്ടില്ല. അവർ കീഴടക്കാൻ പോണ ദേശങ്ങളിലെ ജനങ്ങളുടെ വലിപ്പവും അവിടുത്തെ കൃഷിയും അവിടുത്തെ കോട്ടകളും സൈന്യവും തങ്ങൾക്ക് അവരെ കീഴടക്കാൻ പറ്റുമോ ഇല്ലയെന്നറിയാൻ വേണ്ടി ഒരു സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടി മോസസ് വിടും. അപ്പോൾ മോസസ് വിടുമ്പോൾ അത് ഇവർ കാനാൻ ദേശത്തൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് പേടിച്ച് അരണ്ട് ഇവരിവിടെ വരും. എന്നുവെച്ചാൽ പറയും രാക്ഷസന്മാരാണ് അവിടെ ഉള്ളത്, അനാർക്കിൻ്റെ സന്താനങ്ങൾ അവിടെ ഉണ്ട്. അനാർക്ക് മല്ലനാണ്. പണ്ട് മല്ലന്മാർക്ക് പുരാതന മല്ലന്മാരുണ്ടല്ലോ ബൈബിളിൽ. അപ്പോൾ 8 അടിയോ 9 അടിയൊക്കെ ഉള്ള മനുഷ്യർ, അത്തരം മനുഷ്യർ അവരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങളെ വിട്ടിലാണെന്നാണ് തോന്നിയത്. അവർക്കും അങ്ങനെ തോന്നിക്കാണുമെന്ന് ഞങ്ങളെ കണ്ടപ്പോൾ. ഈ വിട്ടിലൊക്കെ എവിടെ പോകണമെന്ന് പിടിച്ചു തീരാൻ പറ്റില്ല, പേടിയാണെന്ന്. അപ്പോൾ നമുക്കത് അവിടെ അടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പം അടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ കലേബ് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ പറയണത്? അടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു യോഗ്യതയുടെ വിഷയമാണ്. ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല, പക്ഷേ ഗ്രേസിൽ വർക്ക് ചെയ്യും. കർത്താവ് അവരെ നമുക്ക് ഏൽപ്പിച്ച് തരുമെന്ന്. അതാണ് സംഭവം. അപ്പം നിനക്ക് അടുക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അരുൺ ഒരു സാക്ഷ്യം പറഞ്ഞ്. അരുണിൻ്റെ സാക്ഷ്യം എന്ന് വെച്ചാൽ അരുൺ ഒരു എൻജിനീയർ, അവൻ ഉടമ്പടി കൃത്യമായിട്ട് ഷാർപ്പായിട്ട് ഉടമ്പടി ഫോളോ ചെയ്യുന്ന ആളാണ്. അതിൻ്റെ വചനങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളും അതിൻ്റെ പ്രവൃത്തി അളവെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ അവനെ തൽക്കാലത്തേക്ക് ഒരു ഓവർസിയർ സൂപ്പർവൈസറായിട്ടൊരു കമ്പനിയിൽ നിയമിച്ച് കഴിയുമ്പോൾ മദ്രാസിലെ ആ കമ്പനിയുടെ അപ്പുറത്ത് R&D എന്നും പറഞ്ഞ് വേറൊരു സെക്ഷനുണ്ട്. അവിടെ ആർക്കും പോകാൻ പറ്റത്തില്ല. അരുൺ വർക്ക് ചെയ്യുന്നത് ഒരു സൂപ്പർവൈസറായിട്ടൊരു കമ്പനിയിൽ. ആ കമ്പനിയുടെ ഓപ്പോസിറ്റായിട്ട് R&D എന്നും പറഞ്ഞൊരു വലിയ ഹെഡിങ് എഴുതിയിട്ടുണ്ട് അവിടെ. അത് ഭയങ്കര പ്ലാന്റാണ്, റിസർച്ച്. അതായത് അവിടെ ചെല്ലാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ ഇവൻ പറയും, കർത്താവിനോട് പറയും, കർത്താവേ എനിക്കവിടെ പോകണമല്ല എന്ന് പറയും. ഞാനൊത്തിരി കൊതിച്ചിട്ടുണ്ട്, അവൻ എൻജിനീയർ അല്ലേ, അപ്പോൾ എനിക്കവിടെ പോകണം. പക്ഷേ എനിക്കവിടെ പറയാനോ ചോദിക്കാനോ അവിടെ കൊണ്ട് എത്തിക്കാനോ മെറിറ്റ് നിൽക്കില്ല. എൻ്റെ കർത്താവ് എന്നെ സഹായിക്കണമെന്ന് പറയും. ഉടനെ R&D എന്ന് പറയുന്നത് എന്താണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റാണ്. അത് ഉന്നതമായ ശമ്പളത്തിൽ സയൻറ്റിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാണത്. ഒറ്റ മാസം കൊണ്ട് അരുണിന് കർത്താവ് അവിടെ ജോലി കൊടുക്കും. അത് നമ്മൾ ഞെട്ടിപ്പോവാ സാക്ഷ്യം കേട്ട് കഴിഞ്ഞാൽ. നല്ല സൂപ്പർ സാക്ഷ്യമാണ്. അവൻ ആഗ്രഹിച്ച് ഈ ബോർഡ്, ഇപ്പം ഞാനും പറയണം, ഈ ബോർഡ് അവനെ കാണിച്ചത് കർത്താവാണ്. കാര്യം എന്താണ്? നീ കാണിക്കുന്ന ജനതയെ ഞാൻ നിനക്ക് തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആക്രാന്തമല്ല, മറിച്ച് അവൻ്റെ കലിബർ അനുസരിച്ച് അവനെ കിട്ടാനുള്ള അവകാശമുള്ള ഇടമാണത്. അപ്പം അത് അവൻ ആഗ്രഹിക്കുന്നത് കർത്താവിലാണ് ആഗ്രഹിക്കുന്നത്. അതായത് അപ്പോൾ അനാർക്കിൻ്റെ മല്ലന്മാർ, വലിയ എൻജിനീയർമാരായിട്ടുള്ള മല്ലന്മാരാണത് കൈകാര്യം ചെയ്യണത്. ഇവൻ അവിടെ അശുവാണ്. പക്ഷേ അവൻ കർത്താവിനോട് ചോദിക്കുമ്പോൾ അവിടെ R&D വർക്ക് ചെയ്യാൻ കർത്താവ് അവന് ഒറ്റ മാസം കൊണ്ട് അവസരം കൊടുക്കണത്. നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് രണ്ടാമത് കേൾക്കണം, നല്ലതായിരിക്കും തോന്നണം. കാര്യം ബൈബിളിൽ അന്ന് പറഞ്ഞത് തന്നെയാണ് ബൈബിൾ ഇന്നും പറയണത്, മാറ്റി പറയത്തില്ല. ബൈബിളിൻ്റെ ഗുണം അതാണ്. അതുകൊണ്ട് 22:6 നടപടി വെളിപാടിൻ്റെ പുസ്തകം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വെളിപാട് 22:6. അവൻ എന്നോട് പറഞ്ഞു,
ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. വെളിപാട് 22:6 അവൻ എന്നോട് പറഞ്ഞു. ഏറ്റു പറഞ്ഞേ, അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങള് വിശ്വാസയോഗ്യവും സത്യവുമാണ്. അപ്പൊ വചനം ഒരിക്കലും മാറ്റി പറയത്തില്ല. അന്ന് 4000 കൊല്ലം മുമ്പ് എന്ത് പറഞ്ഞു അത് തന്നെ ഇപ്പോഴും പറയണത്. അനാർക്കിന് പകരം എഞ്ചിനീയർ ആണെന്നേ വ്യത്യാസമുള്ളൂ. കാലം മാറുമ്പോഴുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ വലിയ എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരായിരുന്ന മല്ലന്മാരുടെ സ്ഥലത്താണ് ഇവന് ഓഹരി വേണമെന്നാണ് ഇവൻ പറയണത്. ഇവൻ്റെ യോഗ്യത എന്താണ്? അവൻ്റെ യോഗ്യത ഉടമ്പടി മാത്രം. കൈയിടിച്ച് കർത്താവേ, എല്ലാം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് പ്രസൻസ് ഓഫ് ഗോഡിലാണ്. 33:14 പറഞ്ഞില്ലേ, അങ്ങ് ഞങ്ങളുടെ കൂടെ, ഞാൻ നിങ്ങളുടെ കൂടെ, വേറെവർ യു ഗോ, എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ വരും. അങ്ങനെ വന്ന് ഈശോ വാങ്ങിച്ചു കൊടുത്തൊരു ജോലിയാണത്. അതിനെക്കുറിച്ച് അവൻ കോൺഫിഡൻഷ്യലാണ് ആ കാര്യത്തിൽ. പക്ഷേ എന്താണ്, അന്ന് തന്നെ ഈ വചനത്തെക്കുറിച്ച്, ഈ വചനം ആദ്യം രൂപപ്പെട്ട് വന്ന സമയത്ത് തന്നെ ഇതിൻ്റെ റിസൾട്ട് പറയുന്നുണ്ട്. മോസസ് ഉടനെ, ഇത് മോസസിൻ്റെ ചെവിയിലെത്തുമ്പോൾ മോസസ് ഉടനെ പറയും ദൈവത്തോട്, ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് മോസസ് പറയും. എന്താ പറയണത്? അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെന്നാണോ പറയണത്? അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാൽ വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ, ഞങ്ങൾ വ്യത്യസ്തരായിരിക്കുമെന്ന് കൈയിടിച്ച് കർത്താവേ, 33:16 ശ്രദ്ധിക്കട്ടെ. എന്തുകൊണ്ടാണ് കലേബ് അങ്ങനെ പറയണത്? എല്ലാവരും പറഞ്ഞ മല്ലന്മാരും നമ്മളെ വെട്ടിലിനെ പോലെ പിടിച്ചു തിന്നുമെന്ന് പറയുമ്പോൾ പേടിച്ചു. നമുക്കും പേടിയുണ്ടാകത്തല്ലേ? സ്ഥലം ഇളക്കാൻ ചെല്ലുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായി, ഞാൻ ചിരിച്ചു പോയി. സ്ഥലം ഇളക്കാൻ ചെല്ലുമ്പോൾ കൈയും കാര്യം വെട്ടാൻ വേണ്ടി ആളെ നിൽപ്പുണ്ട്. അപ്പോൾ വെളുപ്പിനെയൊക്കെ പേടിയാണ്. നാളെ രാവിലെ വെളുപ്പിന് സ്ഥലം ഇളക്കലാണ്. അപ്പോൾ കൈയും കാര്യം വെട്ടാൻ വേണ്ടി അവിടെ ആൾക്കാർ നിൽക്കുകയാണ്. വെളുപ്പിന് എങ്ങനെ പോകും എന്നും പറഞ്ഞ് വിറച്ച് തെല്ലി ആണ് കിടക്കണത്. വെളുപ്പിനായപ്പോൾ ഒരു സ്വപ്നം, മാതാവ് അളവ് ചങ്ങലയും പിടിച്ച് നിൽക്കണം. മാതാവേ, അപ്പോൾ ഇവിടെ എഴുന്നേറ്റപ്പം തന്നെ ചാടി ഫ്രഷായി നേരെ പോയി. എന്താണ്? എൻ്റെ അമ്മ അവിടെ എനിക്ക് മുമ്പേ അളക്കാൻ ചെന്നിരിക്കുന്നു. കൈയിടിച്ച് അപ്പൊ കലേബാണ് ഇവിടെ ജോഷുവയുടെ കൂടെ ഉണ്ടായിരുന്നത്. വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം മുട്ട് തല്ലിപ്പോയി, കൈവറച്ച് പോയി, നാക്ക് ഇറങ്ങിപ്പോയി. ഞങ്ങൾ പോകത്തില്ല, അവർ നമ്മളെ കൊന്നുകളയും, വിട്ടിലിനെ പോലെ തിന്നുകളയെന്ന് പറയുമ്പോൾ കലേബ് പറയും, നോ, കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ, എത്ര മല്ലന്മാരായാലും ശരി, കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തരുമെന്ന് പറയും. ഇതിനെക്കുറിച്ച് പിന്നീട് സംഖ്യയിൽ മോസസ് പറയും, കലേബിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ട്. The spirit that led Caleb was different, and we are towards that spirit. കലേബിനെ നയിച്ച ആത്മാവ് വ്യത്യസ്തമായിരുന്നെന്ന്. വ്യത്യസ്തം, ഡിഫറെൻറ്റ്. സംഖ്യാപുസ്തകത്തിലുള്ളതാണ്. സംഖ്യാപുസ്തകം 14:24. ശ്രദ്ധിക്കട്ടെ. സംഖ്യ 14:24. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. പറഞ്ഞോ, എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. എന്നാൽ എന്റെ ദാസനായ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പണ്ട് മോസസ് പറഞ്ഞില്ലേ കർത്താവിനോട്, ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ, 33:16 പുറപ്പാട് പുസ്തകം 33:16,
എന്ന് പറഞ്ഞ് അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഭൂമുഖത്തുള്ള സകല മനുഷ്യരെക്കാളും ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. അത് തന്നെയല്ല മോസസ് ഇപ്പോഴ് കലേബിനെ കുറിച്ച് പറയണത്. മറ്റാരെയും അന്ന് ഒറ്റുനോക്കാൻ പോയപ്പോഴേ വെറസലിൽ വീണ ആൾക്കാരെ ആർക്കും അവകാശം കൊടുത്തില്ല. സ്വന്തം മെരിറ്റിൽ ആശ്രയിച്ചവർക്ക് അവകാശമില്ല. ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്താണ്? അവർക്ക് അവകാശമില്ല. കലേബ് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി. ദൈവം ഏൽപ്പിച്ചു തരാൻ പോകുന്ന ജനതയെ കണ്ടപ്പോഴേ അവരെ കീഴടക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അവിശ്വസിച്ചവർക്ക് അവകാശമില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച കലേബ്, ദ സ്പിരിറ്റ് ദാറ്റ് ലെഡ് കലേബ് വാസ് എ ഡിഫറെൻറ്റ്. അവനെ നയിച്ച ആത്മാവ് വ്യത്യസ്തമായിരുന്നു. അതാണ് മോസസ് പറയണത്, അങ്ങ് ഞങ്ങളെ കൂടെ വന്നാൽ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒറ്റുനോക്കാൻ പോയപ്പോഴേ എങ്ങനെയാണ് കാനാൻ ദേശം ഏൽപ്പിച്ചു കൊടുത്തത്? വാഗ്ദാനങ്ങൾ വിശ്വസ്തനായവൻ വാക്ക് പാലിച്ചതാണ്. അവൻ അവരുടെ കൂടെ പോയതാണ്. എൻ്റെ ദൈവമേ, അവൻ്റെ വാഗ്ദാനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. നിന്റെ ഉടമ്പടി ചെയ്യുമ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഗാഡ്. കർത്താവ് നിന്റെ കൂടെ വരും. കൈയിടിച്ച് കർത്താവ് എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഒരു നിമിഷം മൗനമായി. ഓൺലൈനിലുള്ളവരും ഇവിടെ തീർത്ഥാടനത്തിലായിരിക്കുന്നവരും കർത്തൃസന്നിധിയിൽ എത്തപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധമായ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുക. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ആ സാന്നിധ്യം ഓരോ മക്കൾക്കും സംലഭ്യമാക്കണമേ. കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം, അണിപ്പെടുതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. അങ്ങയുടെ അനുഗ്രഹത്തെക്കാൾ വലുതാണ് അങ്ങയുടെ സാന്നിധ്യം. ഈ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും കർത്താവേ, നിന്റെ സാന്നിധ്യത്തെ സൗഖ്യമാക്കണമേ. നിന്റെ അണിപ്രതാർന്ന വലതുകരം, തിരുമുറുവാർന്ന അത്ഭുതകരം ഉദരോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ അണിപ്രതാർന്ന വലതുകരം, തിരുമുറുവാർന്ന അത്ഭുതകരം ശ്വാസകോശങ്ങളുടെ രോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദരരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, കരൾ രോഗങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം നടുവേദനയുള്ളവരെ സ്പർശിക്കണമേ കർത്താവേ. നടുവിന് ബെൽറ്റ് കെട്ടിക്കൊണ്ട് നടക്കുന്നവരെ സ്പർശിക്കണേ കർത്താവേ. കുരിഞ്ഞോ നിവരാനോ കിടക്കാനോ തിരിയാനോ അറിയാനോ പറ്റാതെ അസ്ഥികളുടെ വേദനകളും ദ്രവിപ്പുള്ളവരെ സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിന് ഉന്നതമായ നാമത്തിൽ അസ്ഥിരോഗങ്ങളും അസ്ഥിക്കുഴകളും വിഷമമുള്ളവരും വേദനിക്കുന്നവരും നടുവേദനയുടെ രോഗികളും ഈ നിമിഷം യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. തൊണ്ടയിൽ തൈറോയ്ഡ് രോഗങ്ങളുള്ളവരെ, തൈറോയ്ഡ് ക്യാൻസർ ഉള്ളവരെ കർത്താവേ, അതുപോലെ തന്നെ കർത്താവേ ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് രോഗികൾ, പിൻകഴുത്തിന് വേദനയുള്ളവർ, ഇടുപ്പലിന് വേദനയുള്ളവരെ എല്ലാ സന്ധിബന്ധങ്ങളും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എല്ലാ മാംസപേശികളും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, ബ്രസ്റ്റ് ക്യാൻസർ മൂലം കർത്താവെ വേദനപ്പെടുന്നവരെ അവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വിശുദ്ധമായ രക്തം ബ്രസ്റ്റിൻ്റെ എല്ലാ കോശങ്ങളിലും
പെസ്സുകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഏറ്റവും വലിയ കീമോയായ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ക്യാൻസർ രോഗികൾ യേശുനാമത്തിൽ സ്നാനം ചെയ്യപ്പെടട്ടെ. യേശുവിൻ്റെ വിശുദ്ധ രക്തം ഉള്ളം കാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരവേദികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ മക്കളെ സ്നാനം ചെയ്യിക്കണമേ. കർത്താവേ, പ്രഭാഷകനിലൂടെ കർത്താവ് 16:12 പ്രാർത്ഥിക്കുന്ന മരുന്നോ ലേവനുമല്ല, അങ്ങയുടെ വചനമാണ് മക്കൾ സുഖപ്പെടുന്നത്. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അവിടുത്തെ വിശുദ്ധമായ രക്തത്തിൻ്റെ സ്നാനത്താൽ മാരക രോഗങ്ങൾ, തീരവേദികൾ സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ. ഇല്ലാത്തവര് അടിവയറ്റി കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അമ്മ പരിശുദ്ധ അമ്മ ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ട അൾത്താറെ അങ്ങ് ജീവനോടെ ജ്വലിച്ച് ദിവ്യകാരുണ്യമായി ഉയർന്നു നിൽക്കുന്ന ആരാധ്യമായ നിമിഷങ്ങളിൽ ദൈവകൃപ മഴയായി ചൊരിയട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലും ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലും ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. എല്ലാ ആമാശയ രോഗങ്ങളും, കുടൽ രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, ആർസസ് രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ. കളർ വ്യത്യാസമുള്ളവരെ, വീക്കമുള്ളവരെയും സ്പർശിക്കണമേ. ശ്വാസകോശം ചുരുങ്ങിപ്പോകുന്നവരെ സ്പർശിക്കണമേ. ബ്രെയിൻ ചുരുങ്ങിപ്പോകുന്നവരെ സ്പർശിക്കണമേ. കർത്താവെ, കിഡ്നി ചുരുങ്ങിപ്പോകുന്നവരെ സ്പർശിക്കണം. കർത്താവെ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ, നിന്റെ വിശുദ്ധമായ വലംകരങ്ങളാൽ ചുരുങ്ങിപ്പോകുന്ന മുഴുവൻ അവയവങ്ങളുടെ മേൽ കർത്താവിൻ്റെ വലതുകരം പതിക്കട്ടെ. അസ്ഥിയുരുക്കമുള്ളവര്, അറിയാതെ മൂത്രവും മലവും രക്തവും ഒക്കെ പോകുന്നവര്, സ്രാവരോഗികൾ, കൺട്രോളില്ലാതെ പോകുന്നവർ, അവരെല്ലാം അടിവയറ്റി കൈവച്ചുകൊണ്ട് കർത്താവിൻ്റെ കണ്ണീരോടെ അവിടെ സ്പർശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മൂത്രത്തിന് പകരം പ്ലാസ്റ്റിക് ട്യൂബുകളൊക്കെ ഉപയോഗിക്കുന്നവർ, കിടപ്പിലായപ്പോൾ രോഗികളെ ഇപ്പോൾ ഓർത്ത് കർത്താവിൻ്റെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് കൈയേൽപ്പിക്കുക. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ സ്പർശിക്കണമേ. കർത്താവേ, മുടിക്കൊഴിഞ്ഞു പോകുന്നവരെ സ്പർശിക്കണമേ. ചെവിക്ക് കേൾവിക്കുറവുള്ളവരെ കർത്താവെ സ്പർശിക്കണമേ. ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവയവങ്ങൾക്ക് പ്രഷർ പോകുന്നവരെ, കുറയുന്നവരെ സ്പർശിക്കണമേ. കർത്താവേ, കടുത്ത ഷുഗർ രോഗികളെയും പ്രഷർ രോഗികളെയും സ്പർശിക്കണമേ. കർത്താവേ, ഉറക്കമില്ലാത്തവരെ സ്പർശിക്കണമേ. കർത്താവേ, അടിപ്പിണർ പോലെ വൈദ്യാഘാതം ദൈവികമായ ശക്തി മാരക രോഗങ്ങളെ എടുത്തു മാറ്റട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ജീവിതാവസ്ഥകളിലേക്ക് അമ്മമാതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് ഇവിടെയുള്ളവർ, ഓൺലൈനിലുള്ളവർ ജാഗ്രത പാലിക്കുക. കർത്താവേ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ, കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവരെ, ഏജ് ഓവറായിപ്പോയതിൻ്റെ പേരിൽ തിരിച്ച് വിളിക്കാത്തവരെ, കർത്താവ് വിസയ്ക്കെടുത്ത് പോയിട്ട്, വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ട് അവിടെ അകപ്പെട്ടു പോയവരെ, 3 പ്രാവശ്യം പുതുക്കിയതിന് ശേഷം ഇപ്പോൾ വീട്ടിൽ നിന്ന് കാശ് അയച്ചു കൊടുത്തുകൊണ്ട് ഭക്ഷണത്തിനുള്ള കാശ് വീട്ടിൽ നിന്ന് അയച്ചു കൊടുത്തുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥകൾ, കർത്താവ് ഈ സെപ്റ്റംബർ ഇൻടേക്കിന് കിട്ടാത്ത അഡ്മിഷൻസ് ജനുവരി ഇൻടേക്കിലേക്ക് വെച്ചിരിക്കുന്നത് എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവെ, ജോലി കിട്ടിയതിന് ശേഷവും പല ടെക്നിക്കലായിട്ടുള്ള സർവീസ് നിയമപരമായ പ്രശ്നങ്ങൾ വിഷമിക്കുന്നവരെ അവരെല്ലാം അങ്ങേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, അർഹതപ്പെട്ട പണം പെൻഷനായാലും മറ്റു വിധത്തിലായാലും കൈമോശം വന്നതും മറ്റുള്ളവർക്ക് കൊടുത്തതും കിട്ടാത്തതിൻ്റെ പേരിൽ വേദനിച്ച്
നിത്യവൃത്തി പോലെ വിഷമിക്കുന്ന ആൾക്കാരെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ പുതുതായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾ, പ്രൊഫഷണൽ പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ, റീവാലുവേഷനെ കൊടുത്തിരിക്കുന്നവർ എല്ലാവരെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വലിയ കടങ്ങൾ പെട്ടിരിക്കുന്നവർ, വലിയ കടങ്ങളുടെ ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ, അതിൻ്റെ പേര് സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, സ്ഥലം വിറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, പാകോടമ്പടി നടക്കാത്തവർ, പാകോടമ്പടി നടക്കാൻ സാങ്കേതികമായ നിയമ തടസ്സമുള്ളവർ, അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവാഹ തടസ്സമുള്ളവർ, വിവാഹം നടക്കാത്തവർ, വിവാഹം നടക്കുന്ന തടസ്സങ്ങൾ, പലതരത്തിലുള്ള തടസ്സങ്ങൾ നിലനിൽക്കുന്നവർ എല്ലാവരും സമർപ്പിച്ചും കർത്താവേ, കേസ് അകപ്പെട്ടിരിക്കുന്നവർ, ജയിലിൽ കിടക്കുന്നവർ, വിദേശത്തും സ്വദേശത്തും ജയിലിൽ കിടക്കുന്നവർ, അവിടെ കണ്ണുനീര് നീ കാണണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. എല്ലാ ചങ്ങലകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മുറിഞ്ഞു മാറട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. പ്രോഗ്രാം എടുത്തുകൊണ്ട് മറ്റ് സ്വകാര്യ ചാനലുകൾ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഒരു വികാരാംശം വെച്ചുകൊണ്ട് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളെ കൈകാര്യം ചെയ്യരുത്. അതിനൊരു എബവ് ഒരു വലിയൊരു സ്റ്റാൻഡേർഡായിട്ടാണ് നമ്മളത് ചെയ്യണത്. അപ്പം നിങ്ങളിവിടെ ഒളിച്ചും പാത്തും വന്ന് ക്യാമറ എടുത്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയണത് കൊണ്ട് സാക്ഷ്യമായിട്ടിടുമ്പോൾ അത് ശുശ്രൂഷക്ക് ദോഷമാണ് ചെയ്യണത്, ഗുണം ചെയ്യണില്ല. ഞങ്ങൾ ചെയ്ത ഹെഡിങ് നിങ്ങൾ മാറ്റരുത്. ഇവിടുത്തെ സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് ചുമതലയില്ല. കാര്യം ഞങ്ങൾക്ക് ആ ഉടമ്പടിയുടെ ഹെഡിങ്സ് ഉണ്ട്. അതിൻ്റെ ആ ഹെഡിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, പക്ഷേ വേറെ ഹെഡിങ് നിങ്ങൾ ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം അത് ഞങ്ങളാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കും. പലപ്പോഴും ഒക്കെ പിന്നെ ചീപ്പ് ഹെഡിങ്ങായി ഇടുന്നത്, വളരെ വൈകാരികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത തരം ഹെഡിങ്ങായി ഇടുന്നത്. കാര്യം പൊതുജനങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു സംഭവമാണ് കൃപാസന സാക്ഷ്യങ്ങൾ. അപ്പോൾ അതിങ്ങനെ ചുമ്മാ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതി ചെയ്യുമ്പോൾ പലരും എന്നെ വിളിച്ച് ചോദിക്കും, അത് നിങ്ങളുടെ ഒഫീഷ്യൽ ചാനലാണോ? ഞാൻ പറഞ്ഞു അല്ല, കൃപാസനത്തിൽ ഒറ്റ ചാനലേ ഉള്ളൂ, അച്ഛൻ്റെ പടമുള്ള ഒറ്റ ചാനലേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം സ്വകാര്യമായിട്ട് ചെയ്യണതാണ്. ചെയ്യേണ്ടതെന്നൊന്നും പറയേണ്ട കാര്യം നമുക്കില്ല. പക്ഷേ അവർ ചെയ്യുമ്പോൾ അത് നമുക്ക് ദോഷമായി മാറുന്നുണ്ട്. അത് ഇവിടെ വന്ന് പാത്ത് നിന്നുകൊണ്ട് പലരും പറയണത് ഇവിടെ സാക്ഷ്യം പറയണത് സാക്ഷ്യം സത്യമായത് കൊണ്ടാണ്. പക്ഷെ അതിന് ക്വാളിറ്റി ഉണ്ടാകത്തില്ല. ക്വാളിറ്റിയുള്ള സാക്ഷ്യം മാത്രമേ നമ്മൾ അപ്പ് ചെയ്യത്തുള്ളൂ. കാര്യം ഉടമ്പടി കണ്ടൻസ് ഉണ്ടാകണം, ടൈം ഷോട്ട് ചെയ്യണം, മേജർ ഡ്യൂട്ടി നടക്കണം, നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് സാധാരണ സാക്ഷ്യമായി പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിപ്പോൾ നൊവേന കൂടിയാൽ അതൊക്കെ നടക്കും. പക്ഷേ ഉടമ്പടിയുടെ തനത് സാക്ഷ്യങ്ങളുണ്ട്. അതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇടുന്നവർ ഇവിടെ ഇടുന്ന സാക്ഷ്യങ്ങൾ എടുത്തിടുന്നതിന് കുഴപ്പമില്ല. ഞങ്ങൾക്കിപ്പോൾ വ്യൂവേഴ്സ് കുറഞ്ഞാലും കുഴപ്പമില്ല. കർത്താവ് പക്ഷേ അത് നമുക്ക് ഉപദ്രവം ചെയ്യത്തില്ല. അപ്പോൾ അതൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനായിട്ട് മറ്റു ചാനലുകാർ എടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ്. പിന്നെ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും അച്ഛൻ ആൾക്കാരെ കാണുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ പ്രാർത്ഥന ഉള്ള ദിവസം ഞായറാഴ്ചയും അച്ഛൻ ഇടവകയിൽ പോകുന്ന ദിവസങ്ങളും മറ്റ് കമ്മിറ്റികളിൽ രൂപത കാര്യങ്ങൾ നോക്കുന്നത് സമയമാണ്. വ്യാഴാഴ്ചയും ഞായറാഴ്ചയും. അത് കഴിഞ്ഞ പ്രാവശ്യം അറിയിപ്പുണ്ടായിൻ്റെ, നിങ്ങളത് പ്രാർത്ഥന കൂടാതെ വന്നിട്ടുള്ളതാണ് അറിയാത്തത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രാർത്ഥനയിൽ അത് പറഞ്ഞിട്ടുണ്ട്, വ്യാഴാഴ്ചയും ഞായറാഴ്ചയും അച്ഛൻ ആൾക്കാരെ കാണത്തില്ലെന്ന്. അച്ഛൻ കാണുന്ന ആൾക്കാർ കാണുന്ന ദിവസം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. നേരെ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വന്ന് വണ്ടി ഇറങ്ങരുത്. അച്ഛന് എന്നെ കാണണമെന്നുള്ളത് ഉടമ്പടിയുടെ ഒരു ഭാഗം പോലുമല്ല. പിന്നെ ചില ആൾക്കാർക്ക് നിർബന്ധമാണ്. അങ്ങനെ നിർബന്ധമുള്ള ആൾക്കാർ രജിസ്റ്റർ ചെയ്യണം ഇവിടെ അച്ഛനെ കാണണം. അപ്പോൾ
ഞാൻ ഉള്ള ദിവസം പറയും. തന്നെയല്ല, അച്ഛൻ ഉണ്ടോ ഇല്ലയെന്ന് ഇവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാതെ ഒന്നും നിങ്ങൾ വന്നിട്ട് അവിടെ ഓഫീസിൽ പോയി അച്ഛനില്ലേ പറഞ്ഞുകൊണ്ട് കാറിക്കൂപ്പി നടക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളിവിടെ നിന്ന് ഒന്നാമത്തെ അറിയിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടമ്പടി അറിയിപ്പിൻ്റെ കൂടെ ചിലപ്പോൾ അത് പറയും. പിന്നെ കാണാൻ ഉദ്ദേശിക്കുന്നവർ നേരത്തെ വിളിച്ച് പിറ്റേ ദിവസം തലേ ദിവസമെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കണം അച്ഛനുണ്ടോ അവിടെ. അപ്പോൾ ഉടമ്പടി എടുത്തിരിക്കണം, അത് വേറെ വിഷയം. ഉടമ്പടി കറക്റ്റായിരിക്കണം. അല്ല ഉടമ്പടി കറക്റ്റാകാതെ 2019-20 ഉടമ്പടി എടുത്തിട്ട് അത് ഒന്നും ചെയ്യാതെ ഇപ്പോൾ ഒരു അത്യാവശ്യം അപ്പോൾ അത് മരിച്ചുകൊണ്ട് വന്ന് അത് വർക്ക് ചെയ്ത്. കാരണം നിങ്ങൾ ഉടമ്പടിയിലല്ലെന്ന് പറയും. ഉടമ്പടി അല്ലല്ലോ. 90 ദിവസം ഗ്യാപ്പായാൽ നിങ്ങൾ ഉടമ്പടിയിലല്ല, തീർന്നു. പിന്നെ നിങ്ങൾ രണ്ടാമത് പുതുക്കിയാണ് ഉടമ്പടിയിലാകേണ്ടത്. കാരണം ഉടമ്പടി എന്ന് പറയുന്നത് ഈ റേഷൻ കാർഡ് പുതുക്കണ പോലെ പരിപാടിയല്ല. അതിന് ആ കൃപയിലേക്ക് വരേണ്ട എല്ലാ ഫോർമാറ്റും കീപ്പ് ചെയ്യണം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എമർജൻസി ഉള്ളവർ, മുമ്പിൽ സമയമില്ലാത്തവർ, അർജൻസി ഉള്ളവർ, അതാണ് അച്ഛൻ കാണുന്ന ആൾക്കാരെ. അത് ചിലപ്പോൾ രോഗമാകാം, ചിലപ്പോൾ പ്രഗ്നൻസി ആയിട്ടുള്ളവർക്ക് ഓട്ടിസം എല്ലാം ആയിരിക്കാം, അതിന് രാജ്യം വിട്ട് പോണവരായിരിക്കാം, അതിന് ജപ്തി നടപടിയായിരിക്കാം. അങ്ങനെ എമർജൻസി ആൻഡ് അർജൻസി. പണ്ടത്തെ ഓർമ്മയ്ക്ക് ചില ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് അച്ഛാവും തലക്ക് പിടിക്കുക എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇപ്പം അങ്ങനെയുള്ളൊരവസ്ഥ അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളത് ഉടമ്പടിയിൽ 99% ഉടമ്പടിയിൽ അമ്മ വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചില ഉപദേശവും നിർദ്ദേശവും ആവശ്യം വരുമ്പോഴാണ് ചില അച്ഛനെ കാണുന്നത്. പക്ഷെ അച്ഛനെ കാണാൻ വരുന്നവർ 2 കാര്യം ചെയ്യണം. ഒന്ന്, മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ നമ്പറുണ്ട് 9447285400 വിളിച്ചിട്ട്. പക്ഷെ അവർ ഉടമ്പടി ഓക്കെ ആയിരിക്കണം അവരുടെ. രണ്ടാമത്തെ കേസ്, അവർ ഉച്ചയ്ക്ക് മുമ്പ് വരണം. കാര്യം 2 മണി കഴിഞ്ഞാൽ പിന്നെ ചീട്ട് കൊടുക്കത്തില്ല. അച്ഛനെ കാണാനുള്ള ചീട്ട് 2 മണിക്ക് മുമ്പ് കൊടുത്ത് തീരും. അപ്പോൾ ചില പരീക്ഷക്കാരും അതുപോലെ തന്നെ ചില രോഗികളൊക്കെ 3 മണിയാകുമ്പോൾ അങ്ങനെ പാട്ടം പാടിയൊക്കെ വരും. അവർ ഇത് ഉദ്ദേശിക്കണില്ല, നമുക്കറിയാം. കാണാം ഒക്കട്ടെന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ്. പക്ഷേ അച്ഛനെ കാണുന്ന വിഷയം ചീട്ട് കൊടുക്കണത് 2 മണി കൊണ്ട് തീരും. ഞാൻ ആൾക്കാരെ കാണുന്നത് കണ്ടു കഴിയുമ്പോൾ 5 മണിയാവും. പക്ഷേ ആ 5 മണിക്ക് കാണുന്നതിൻ്റെ ചീട്ട് 2 മണിക്ക് മുമ്പ് കൊടുക്കും. കാര്യം ഇപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറയണത് എല്ലാ ദിവസവും 2 കുർബാനയുണ്ട്. വ്യാഴാഴ്ച ഉണ്ടാകത്തില്ല, ബാക്കി എല്ലാ ദിവസവും 2 കുർബാനയുണ്ട്. 7 മണിക്കൊരു കുർബാനയുണ്ട്, പിന്നെ 9 മണിക്ക് കുർബാന. ഇപ്പോൾ 7 മണിക്കുള്ള കുർബാന കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ കാപ്പി കുടിച്ചിട്ട് ഉടമ്പടി പുതുക്കാനുള്ളവർ അങ്ങോട്ട് പോകും, അതുപോലെ ഉടമ്പടി എടുക്കാനുള്ളവർ അങ്ങോട്ട് പോകും. അവിടെ ക്ലാസ്സിൻ്റെ സമയത്ത് ഇവിടെ 9 മണിക്ക് കുർബാന വേറെ, രണ്ടാമത്തെ കുർബാന 9 മണിക്കാണ്. ആ 9 മണിക്കുള്ള കുർബാനയിൽ ക്ലാസ് എടുത്തിട്ട് 10 മണിയാകുമ്പോൾ അവർ മറ്റവർ ഇറങ്ങി വരുമ്പോൾ ഇവർ പുതുക്കാനും ഉടമ്പടി എടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. 10 തൊട്ട് 11 മണി വരെ ദിവ്യകാരുണ്യ ആരാധനയാണ്. 10 മണി തൊട്ട് 11 മണി വരെ ദിവ്യകാരുണ്യ ആരാധന. 11 മണിക്ക് സാക്ഷ്യ ശുശ്രൂഷ ആരംഭിക്കാം. 11 മണിക്ക് അച്ഛൻ ആൾക്കാരെ കാണാൻ തുടങ്ങും. ആദ്യം പരീക്ഷക്കാരെ കാണും. പരീക്ഷക്കാരെ എന്തുകൊണ്ടാണ് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ചിലരൊക്കെ വളരെ കുമളിലൊക്കെ പോകേണ്ടവരാണ്. അപ്പം അതുകൊണ്ട് അവർ ഒറ്റയ്ക്ക് വരണവരായിരിക്കും. അതുകൊണ്ടാണ് ഇവർ ആദ്യം കാണുന്നത്. അവരെല്ലാവരും ചെറുപ്പക്കാരാണ്. അതേസമയം തന്നെ ചില ആൾക്കാരൊക്കെ ഈ ഒറ്റയ്ക്ക് തന്നെ കാണാം. അവർക്ക് പരീക്ഷയില്ല, അവർക്ക് പേടിയായതുകൊണ്ട് അവർ വരും. അവർക്ക് പരീക്ഷ ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതല്ലേ, അതുകൊണ്ട് ഒറ്റക്കാണെങ്കിൽ അവർ വരും. അപ്പോൾ അവർ വന്നാൽ അവരെ നമ്മൾ 2 മണിക്ക് മുമ്പ് ഇവിടെ നിന്ന് വിടണം. എന്നാലും രാത്രി 9 മണിക്കെങ്കിലും അവർ വീട്ടിൽ എത്തത്തുള്ളൂ, ഒറ്റയ്ക്ക് പോകണ്ടേ. അപ്പം അതുകൊണ്ട് അവരെ എടുക്കും ആദ്യം. പരീക്ഷക്കാരാണ് ആദ്യം എടുക്കുന്നത്. അത് ബിടെക്കും അതുപോലെ തന്നെ PSCയും MOH ഹാദ് അങ്ങനെയുള്ള എല്ലാ പ്രൊഫഷണൽസിനെല്ലാം എടുക്കും. അവിടെ ഒരു ഹോൾ ടിക്കറ്റ് ഉണ്ടാകണം. അതാണ് പ്രധാനപ്പെട്ട ചീട്ട് കിട്ടാൻ. ഉടമ്പടി എടുത്തിട്ട് ഹോൾ ടിക്കറ്റ് കാണിച്ചാൽ ചീട്ട് കിട്ടും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണമായിരിക്കും. പിന്നെ എടുക്കുന്നത് മുഴുവൻ ഗുരുതരമായ രോഗികളെടുക്കും. കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ. പക്ഷേ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. ഈ രോഗികളെ എപ്പോഴും പറ്റിക്കണത് രോഗികൾക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നവരാണ്. അതാണ്
കാര്യം രോഗികൾക്ക് വേണ്ടി വൈഫ് അല്ലെങ്കിൽ ആരെങ്കിലും ഉടമ്പടി എടുക്കുമ്പോൾ അവർ ഈ ഉടമ്പടി ഉഴപ്പും. കാര്യം അച്ഛനെ കാണിക്കാനുള്ള ചീട്ടായിട്ടാണ് ഇവർ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി പിന്നെ പാലിക്കത്തില്ല. പിന്നെ അത് വെളുക്കാൻ തേക്കണ പാണ്ടായി ഉള്ള കാശും പോയി മുമ്പത്തേക്കുള്ള ഗതികേടാവും. അപ്പം അതുകൊണ്ട് അങ്ങനെ രോഗികളെ നിങ്ങളെ പറ്റിക്കരുത്. ഭാര്യയുടെ വേഷം കെട്ടി അമ്മയുടെ വേഷം കെട്ടി പറ്റിക്കരുത്. അത് നിങ്ങൾ കൃത്യമായിട്ട് എടുത്താൽ ആ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കണം. നിങ്ങളെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗികൾക്ക് മാത്രമേ ആ പ്രശ്നങ്ങൾ ഞാൻ കണ്ടുള്ളൂ. മറ്റുള്ളവർക്ക് ഒന്നും പ്രശ്നമില്ല. അവർ തന്നെ ഉടമ്പടി എടുക്കണം. ഇപ്പം എല്ലാ മേഖലകളിലും എടുക്കും. ഇപ്പം രോഗികളുടെ ചീട്ട് ഡാലിയ യെല്ലോ കളറാണ്. മക്കളില്ലാത്തവർക്ക് ഗ്രീൻ കളറ്, കറക്റ്റ് പച്ച കളറാണ്. പിന്നെ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കുള്ള ചീട്ട് വെള്ള കളറാണ്. പരീക്ഷക്കാരുടെ ചീട്ട് ഓറഞ്ച് കളറാണ്. ഇപ്പോൾ വ്യത്യസ്തമായ എല്ലാ മേഖലകളും എടുക്കും. എല്ലാ മേഖലകളിലും എല്ലാ ദിവസവും എടുക്കും. അപ്പോൾ അത് എമർജൻസി ആൻഡ് അർജൻസിയാണ്. സമയം ഇനിയും ഉണ്ടെങ്കിൽ അവിടുന്ന് ഓഫീസിൽ നിന്ന് പറയും, ചേച്ചി സമയമുണ്ട്, 2 മാസം കൂടിയുണ്ട്, ഒരു പ്രാർത്ഥന കൂടി കൂടാൻ പറയും. ധൃതിയില്ല. കാര്യം എന്താ, ഈ ചില ആൾക്കാർ ഉടമ്പടിയിൽ അച്ഛനെ കാണുന്നത് ആവശ്യമില്ലാതെ പ്രാധാന്യം കൊടുക്കും. അതാണ് അവർക്ക് ഈ ഉടമ്പടിയിൽ ചിലർക്ക് ബുദ്ധിമുട്ട് വരാൻ കാര്യം. അതാണ് ഉടമ്പടിയുടെ ഉദ്ദേശം അതല്ലല്ലോ. അത് ദൈവമായിട്ട് നമ്മൾ ചെയ്യുന്ന ഉടമ്പടി വിശേഷ സാക്ഷ്യമല്ലേ. അപ്പം ആ രീതിയിൽ തന്നെ എന്നെ എത്രയോ 5 കൊല്ലമൊക്കെ ഇവിടെ വന്നിട്ട് എന്നെ കാണാത്ത ആൾക്കാരുണ്ട്. അവർ പറയണത് കാണണമെന്ന് ചോദിക്കുമ്പോൾ ഓഫീസിൽ ചോദിക്കും, 5 കൊല്ലം ആയതേക്കാം അച്ഛൻ കാണണോ? എന്തിന്, ഞങ്ങൾ അമ്മയെ കാണുന്നുണ്ടെന്ന് പറയും. അതാണ് സംഭവം, അതാണ് സത്യം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും കൃത്യമായിട്ടാണ് ആൾക്കാർ ഈ വിഷയങ്ങൾ ചെയ്യണത്. ചില ആൾക്കാർ എങ്ങനെയെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടാക്കി അച്ഛനെ കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് അതും കിട്ടത്തില്ല ഇതും കിട്ടത്തില്ല. അത് ശ്രദ്ധിക്കുക. കൃപാസനത്തിൽ ടെക്നിക്കൽ ഹാൻഡ്സിന് ആവശ്യമുണ്ട്. അവനെ കൃപാസന ശുശ്രൂഷയ്ക്ക് 3 മാസമോ 6 മാസമോ 1 കൊല്ലമോ ഒക്കെ വർക്ക് ചെയ്യാനും ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറിൽ വിളിക്കാം. 22 82 81 29 75 11. പിന്നെ കൃപാസനത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. തീർത്ഥാടകരായിട്ട് വരുന്നവർ, അവർ 2 ദിവസമോ 1 ദിവസമോ 3 ദിവസമൊക്കെ താമസിച്ച് ധ്യാനം കൂടാൻ ശുശ്രൂഷ പങ്കെടുക്കാൻ ആഗ്രഹിക്കും. അവർക്ക് വേണ്ടി നമ്മളൊരു ബിൽഡിംഗ് ചെയ്യുന്നുണ്ട് തീർത്ഥാടകർക്ക് വേണ്ടി. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് പങ്കാളിത്തം കിട്ടും. നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. 94 47 69 68 15. അതിൻ്റെ ഇനിഷ്യൽ എമൗണ്ട് ഉണ്ട്. അത് കൊടുത്താൽ നിങ്ങൾക്ക് 1 വർഷം 4 ദിവസം ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ 5 വർഷത്തേക്ക് ഫ്രീ ആയിട്ട് മുറി കിട്ടും. എല്ലാ 2ാം ചൊവ്വാഴ്ചകളിലും തമിഴ് ഉടമ്പടി ഉണ്ടാകും. അന്നാണ് ഈ ചാരിറ്റി മിഷൻ വർക്കേഴ്സ് വരേണ്ടത്. നിങ്ങൾ കൊണ്ടുവരുന്ന വസ്ത്രങ്ങളില്ലേ, അത് രോഗികൾക്ക് വേണ്ടി കൊടുക്കുന്നതിനാണ് ചാരിറ്റി മിഷൻ എന്ന് പറയുന്നത്. അതിനോട് ബന്ധപ്പെട്ട് എന്തെല്ലാം സംഭവങ്ങൾ ആൾക്കാരെ സഹായിക്കുന്ന ഒരു സംവിധാനമാണത്. അതിൽ പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനും അതിന് പങ്കെടുക്കാനും അതിൻ്റെ ഭാഗമാകാനും ആഗ്രഹിക്കുന്നവർ 2ാം ചൊവ്വാഴ്ചയാണ് വരേണ്ടത്. യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സാക്ഷ്യം ഷെയർ ചെയ്യേണ്ടതാണ്. അതാണ് ഇതിൻ്റെ സുവിശേഷ വേല. ദാറ്റ്സ് ഓക്കെ. എല്ലാവരും മുട്ടന്തിക്കുക. സമാപനാശീർവാദം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ വിഷമിപ്പിക്കുന്ന എല്ലാ മേഖലകളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ